ഓൾ വെൽക്കം ടു നാറ്റമി. എല്ലാവർക്കും നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ എക്സാം ഓറിയന്റഡ് ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മള് 3 ക്ലാസ്സസ് ഒക്കെ കഴിഞ്ഞ് ഇനിയിപ്പോ 4ാമത്തെ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. മൂന്ന് ക്ലാസ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് സംശയങ്ങളൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്നു. സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കുക. സംശയങ്ങൾ ചോദിക്കുമ്പോഴാണ് നമുക്ക് എന്ത് മനസ്സിലാവുക, നിങ്ങൾ പഠിക്കുന്നുണ്ട്, നമ്മുടെ ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിക്കുന്നുണ്ടെന്ന് മനസ്സിലാവുള്ളൂ. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാം ഇവിടെ എത്തി. എല്ലാവരും നമ്മുടെ ലൈവ് ക്ലാസ്സസ്, എല്ലാവരും നൽകുന്ന ലൈവ് ക്ലാസ്സസ് ഒക്കെ എന്ത് ചെയ്യുക, പരമാവധി പ്രയോജനപ്പെടുത്തി നിങ്ങളുടെ എക്സാം എന്ത് ചെയ്യുക, എക്സാം എന്ന ലക്ഷ്യത്തിലേക്ക് നിങ്ങളെ എത്തിച്ചേരാം. എക്സാം വിൻ ചെയ്യാന്നുള്ള ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യാം, എത്തിച്ചേരാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസ് സ്റ്റഡീസിന്റെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ എടുത്തേ, 7ാമത്തെ ചാപ്റ്റർ വരെയാണ് എടുത്തിട്ടുള്ളത്. 7ാമത്തെ ചാപ്റ്റർ, ഇമ്പോർട്ടന്റ് ചാപ്റ്റേഴ്സിൽ 7ാമത്തെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞു. അതിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്തു, ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളത് ഏതാ ചാപ്റ്റർ എന്ന് വെച്ചാൽ 8ാമത്തെ ചാപ്റ്റർ ആണ്. ഏതാണ് 8ാമത്തെ ചാപ്റ്റർ നോക്കുക. നോക്കിയേ, സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്. എന്താണ് 8ാമത്തെ ചാപ്റ്റർ? ഏതാണ് നമ്മുടെ സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ് എന്നുള്ള ചാപ്റ്റർ ആണ് നമുക്ക് ഇനി എടുക്കാനുള്ളത്. അപ്പൊ അതിന് മുന്നത്തെ ചാപ്റ്റേഴ്സ് ഒക്കെ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യല്ലേ, സ്റ്റാഫിംഗ് ആൻഡ് ഡയറക്റ്റിംഗ്. സ്റ്റാഫിംഗ് നിങ്ങൾക്ക് കേട്ടുപരിചയമുള്ള ഒരു വേർഡാണ് ഏതെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. സ്റ്റാഫിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ഓരോരുത്തരും അല്ലെങ്കിൽ ഓരോ വ്യക്തികളും ഇപ്പൊ എന്താണ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഈ സ്റ്റാഫിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യുക, ആവശ്യമായിട്ടുള്ള മാൻ പവർ, അതായത് ഹ്യൂമൻ, അതായത് ജോലിക്കാർ, വർക്കേഴ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടിട്ട് എന്തൊക്കെ പ്രോസസ് ആണ്, അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, നമ്മളൊരു സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അതൊക്കെയാണ് എന്ത് നമ്മുടെ ഈ 8ാമത്തെ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 8ാമത്തെ ചാപ്റ്ററിലേക്ക് പോയാലോ? നോക്കിയേ, ആദ്യം തന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് സ്റ്റാഫിംഗ് എന്നുള്ള എന്താണ്, സ്റ്റാഫിംഗിന്റെ ഡെഫിനിഷൻ ആണ് സ്റ്റാഫിംഗ്. നോക്കിയേ, സ്റ്റാഫിംഗ് മീൻസ് എന്താണ്, സ്റ്റാഫിംഗ് റെഫേഴ്സ് ടു എംപ്ലോയിങ് ആൻഡ് ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ carrying out the various managerial and non-managerial activities in an organization. അതായത് നമ്മുടെ ഓർഗനൈസേഷനിലെ എന്താണ്, ഓർഗനൈസേഷനിലെ മാനേജേരിയൽ ആൻഡ് നോൺ മാനേജേരിയൽ ആക്ടിവിറ്റീസിലേക്ക് ആവശ്യമായിട്ടുള്ള എന്ത് എംപ്ലോയീസിലെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സിനെ നമ്മൾ റിക്രൂട്ട് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടതാണ് എന്ത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മുടെ എന്താണ് എന്റർപ്രൈസിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഫേമിലേക്ക് ആവശ്യമായിട്ടുള്ള എംപ്ലോയീസിനെ അല്ലെങ്കിൽ ഹ്യൂമൻ റിസോഴ്സസിനെ ആക്ടിവിറ്റി എന്താണ് എന്താ പറയുന്നത്, ഡെവലപ്പിംഗ് ഹ്യൂമൻ റിസോഴ്സസ് ഫോർ ദ വേരിയസ് മാനേജേരിയൽ ആൻഡ് നോൺ മാനേജേരിയൽ, എന്തായിക്കോട്ടെ, മാനേജേരിയൽ ആയിക്കോട്ടെ, അതുപോലെ തന്നെ നോൺ മാനേജേരിയൽ ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, അതിലേക്കെല്ലാം നമ്മൾ ഹ്യൂമൻസിനെ റിസോഴ്സ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നോക്കൂ, അടുത്തത് നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് സ്റ്റാഫിംഗ്. എന്തായാലും ഒരു കാര്യത്തിന് എന്തുണ്ടായിരിക്കും, നമ്മളിപ്പോ ഒരു എന്താണ് ഡയറക്റ്റിംഗ് ആയിക്കോട്ടെ, പ്ലാനിങ് ആയിക്കോട്ടെ, നമ്മൾ നേരത്തെ പഠിച്ചത് എന്താ, പ്ലാനിങ് ഓർഗനൈസിങ്ങും ആയിരുന്നു. അപ്പൊ പ്ലാനിങ്ങിന് പറഞ്ഞപ്പോ ആ പ്ലാനിങ് എന്താന്ന് ഡിഫൈൻ ചെയ്ത് നെക്സ്റ്റ് നമ്മൾ അതിന്റെ ഫീച്ചേഴ്സ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. അതുപോലെ തന്നെയാണ് ഇവിടെയും എന്ത്, സ്റ്റാഫിംഗിന്റെ ഇമ്പോർട്ടൻസ്. അതായത് ഒരു സ്ഥാപനത്തിലേക്ക് തൊഴിലാളികൾ എന്ന് പറയുന്നത് എന്താണ്, അത്രയും ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടേം ആണ്, അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് ആണ് എന്ത്, സ്റ്റാഫിങ്ങിനുള്ളത്. ആ സ്ഥാപനത്തെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരാവശ്യമാണ്, സ്റ്റാഫും അവരുടെ പരമാവധി എന്താണ് അവരുടെ എനർജീസും നമുക്ക് അവരുടെ പവറും ഒക്കെ നമുക്ക് എന്താണ് യൂട്ടിലൈസ് ചെയ്താൽ മാത്രമേ ഒരു ഫേമിന് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ആ മുന്നോട്ട് പോകണമെങ്കിൽ തന്നെയോ സ്റ്റാഫ്സിന്റെ അവരുടെ നീഡ്സും വാണ്ട്സും ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം, സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഗനൈസേഷനിൽ മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം. അപ്പൊ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ്, ഒരു ഫേമിനെ സംബന്ധിച്ചിടത്തോളം ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഏതെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് ഇൻ ഗെറ്റിംഗ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം. അതായത് ശരിയായ ഒരു വ്യക്തിയെ ശരിയായ സമയത്ത് ശരിയായ ജോലിക്ക് റിക്രൂട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്ത്, സ്റ്റാഫിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു ജോലി, ഒരു കൃത്യമായ ഒരു ജോലി ചെയ്യുന്ന ആള്, അയാൾക്ക് അറിയുന്ന ജോലിക്കല്ലേ നമുക്ക് അയാളെ ആക്കാൻ പറ്റത്തുള്ളൂ, കൃത്യമായ സമയത്ത് കൃത്യമായ ജോലിക്ക്. അതായത് എഞ്ചിനീയറിംഗ് അറിയുന്ന ഒരാളെ പോയി മെഡിക്കൽ ഫീൽഡിങ്ങിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ മാനേജ്മെന്റിന്റെ പല കാര്യങ്ങളിലും നമുക്ക് എന്താ അവരുടേതായ കഴിവുകൾ ഉണ്ടായിരിക്കും എംപ്ലോയീസിന്. ആ കഴിവ് അനുസരിച്ച് അവരെ നമ്മൾ എന്ത് ചെയ്യണം, റിക്രൂട്ട് ചെയ്താൽ മാത്രമാണ് നമുക്ക് എന്തുള്ളൂ, നമുക്ക് ഇങ്ങോട്ടൊരു ഇമ്പാക്ട് കിട്ടത്തുള്ളൂ അവരിൽ നിന്നും. നോക്കിയേ, ഇറ്റ് ഹെൽപ്സ് ഗെറ്റിംഗ് റൈറ്റ് പീപ്പിൾ ഫോർ ദ റൈറ്റ് ജോബ് അറ്റ് ദ റൈറ്റ് ടൈം എന്നാണ് പറയുന്നത്. അടുത്ത നോക്കൂ, ഇറ്റ് ഇംപ്രൂവ് ദ ഓർഗനൈസേഷണൽ പ്രൊഡക്ടിവിറ്റി. നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഞാൻ പറഞ്ഞു എന്താ, നമ്മുടെ ഓർഗനൈസേഷന്റെ പ്രൊഡക്ടിവിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിൽ ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടർ ആണ് ഏതെന്ന് പറയുന്നത്, സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നോക്കിയേ, അടുത്തത് ഇറ്റ് ഹെൽപ്സ് ഇൻ പ്രൊവൈഡിങ് ജോബ് സാറ്റിസ്ഫാക്ഷൻ. അതായത്
സ്റ്റാഫിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ജോബ് സാറ്റിസ്ഫാക്ഷൻ ചെയ്യുന്ന ഒന്നാണെന്നാണ് പറയുന്നത്. ജോബിൽ സാറ്റിസ്ഫാക്ഷൻ തരുന്നതാണ് എന്ന് പറയുന്നത് സ്റ്റാഫിംഗ് എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും എന്താണ് ഒരു ജോബിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന, അല്ലെങ്കിൽ കാത്തു നിൽക്കുന്ന, അല്ലെങ്കിൽ ആ ജോബിന് വേണ്ടിയിട്ട് ചില വെയിറ്റ് ചെയ്തിരിക്കുന്ന യങ്സ്റ്റേഴ്സ് ഉണ്ടായിരിക്കും. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം ഈ സ്റ്റാഫിംഗ് അല്ലെങ്കിൽ എന്താണ് ജോബ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് കാര്യമാണ്. ഇനി നെക്സ്റ്റ് നോക്കിയാൽ ഇറ്റ് ഹെൽപ്സ് ടു മെയിൻറ്റെയിൻസ് ഹാർമണി. അതായത് തൊഴിലാളികൾ ഉണ്ടാകുമ്പോൾ അവർക്കിടയിൽ എന്തുണ്ടായിരിക്കും, ഒരു ഹാർമണി ഉണ്ടായിരിക്കും, ഒരു കൂട്ടായ്മയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇതെന്താണ് നമ്മുടെ ഓർഗനൈസേഷനിലെ ഫങ്ഷൻസിനെയൊക്കെ എന്ത് ചെയ്യും, കൂടുതൽ ഡെവലപ്പ് ചെയ്യുന്ന തരത്തിലായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നോക്കിയേ നെക്സ്റ്റ് പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ്. സ്റ്റാഫിങ്ങിന് എന്തുണ്ട്, ചുമ്മാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി വേണം എന്ന് പറഞ്ഞ് ചെല്ലാൻ പറ്റുമോ? ഇല്ല. ഒരു സ്ഥാപനത്തിൽ എനിക്ക് ജോലി തരണം എന്ന് പറഞ്ഞ് നമുക്ക് ചെല്ലാൻ പറ്റത്തില്ല. അതിനെന്തുണ്ട്, അതിൻ്റെതായ വഴികളുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ എന്തുണ്ട്, വഴികളുണ്ട്. അപ്പൊ നോക്കിയേ, ആ വഴികളൊക്കെ നമുക്ക് നോക്കിയാലോ. എന്താണ് ഫസ്റ്റ് നോക്കിയോ. ആദ്യം മാൻ പവർ പ്ലാനിങ്. മാൻ പവർ പ്ലാനിങ് അത് നമ്മുടെ കയ്യിലല്ല, അതെന്താണ് ഫേമിന്റെ കയ്യിലാണുള്ളത്. ഫേം എന്താ, ഒരു ഫേം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യമേ പ്ലാൻ ചെയ്ത് വെക്കും. എത്ര എംപ്ലോയീസ് അതിലേക്ക് ആവശ്യമാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റുകളാണ്, ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആളുകളെ ആവശ്യം, ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യും, ഒന്ന് പ്ലാൻ ചെയ്ത് സെറ്റ് ചെയ്ത് വെക്കും. അതാണ് എന്തെന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ്. ഇനി ജോബ് അനാലിസിസ്. അവിടെ എന്ത് ചെയ്യും, നമ്മള് ഓരോ ജോബുകളെ എന്ത് ചെയ്യും, വ്യത്യസ്ത തരത്തിൽ അവരെ നമ്മൾ എന്ത് ചെയ്യും, പഠിക്കും. അതാണ് എന്ത് മോഷൻ സ്റ്റഡി. അങ്ങനെ മോഷൻ സ്റ്റഡി, മോഷൻ മീൻസ് ചലനം, ആ സ്റ്റഡീസ് ഒക്കെ നടത്തും. അങ്ങനെ ഒരുപാട് ഡിഫറെന്റ് സ്റ്റഡീസ് ഒക്കെ നടക്കും. അപ്പം ജോബ് അനാലിസിസ് ഒക്കെ നടത്തും. ഇനി എന്താണ്, ആ ജോബ് അനാലിസിസ് നടത്തി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് നമ്മുടെ റിക്രൂട്ട്മെന്റ് പ്രോസസ്സിലേക്ക് ചെയ്യും. ഈ റിക്രൂട്ട്മെന്റ് നിങ്ങൾക്ക് കേട്ടൊക്കെ പരിചയം ഉണ്ടായിരിക്കും. റിക്രൂട്ട്മെന്റ് എന്നുള്ള വേർഡ് നിങ്ങൾക്ക് എല്ലാവർക്കും എന്ത് ചെയ്യും, കേട്ട് പരിചയമുള്ള. റിക്രൂട്ട്മെന്റ് എന്ന് വെച്ചാൽ നമ്മൾ അതിലേക്ക് ആളുകളെ എന്ത് ചെയ്യുക, എടുക്കുക, റിക്രൂട്ട് ചെയ്യുക. ആവശ്യമുള്ള ആളുകളെ നമ്മൾ റിക്രൂട്ട് ചെയ്യും. റിക്രൂട്ട് ചെയ്യാന്ന് വെച്ചാൽ ആളുകൾ എല്ലാവരും വരുന്ന ആളുകളുടെ അപേക്ഷകളൊക്കെ നമ്മൾ സ്വീകരിച്ച് അവിടെ വെച്ച് നോക്കും. ഇനി അടുത്ത നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ്, സെലക്ഷൻ. അവരെ നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. അതിൽ നിന്ന് എല്ലാവരെയും നമ്മളൊരു സ്ഥാപനത്തിലേക്ക് ഇപ്പം വന്നിട്ടുള്ള ഇന്റർവ്യൂവിന് വന്ന എല്ലാവരെയും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അതിലേക്ക് നമുക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള പേഴ്സൺസിനെ മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യത്തുള്ളൂ, സെലക്ട് ചെയ്യത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, നെക്സ്റ്റ് സ്റ്റെപ്പ് റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ അടുത്ത എന്താണ്, അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, സെലക്ട് ആയിട്ടുള്ള, നമുക്ക് ആപ്റ്റ് ആയിട്ടുള്ള ആളുകളെ എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, പെർഫോമൻസ് അപ്രൈസൽ. ഇവരെ സെലക്ട് ചെയ്തു, നമ്മൾ ഈ സെലക്ഷൻ ശരിയാണോ തെറ്റാണോ നോക്കാൻ നമ്മൾ എന്ത് ചെയ്യും, അവരുടെ ആ അപ്രൈസൽ, അവരുടെ ഓരോ ജോബുകളും അവർ ചെയ്യുന്ന വർക്കുകളെയൊക്കെ നമ്മൾ എന്ത് ചെയ്യും, അപ്രൈസ് ചെയ്യും. നെക്സ്റ്റ് എന്താണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അവർക്ക് എന്തെങ്കിലും, ഇനി എന്തായാലും നമ്മൾ ഫസ്റ്റ് ഒരു ജോബിലേക്ക് ചേരുമ്പോൾ എല്ലാവർക്കും ആ ജോബ് കൃത്യമായിട്ട് പക്ക നമുക്ക് അറിയണമെന്നില്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അവർക്ക് എന്ത് ചെയ്യും, സ്ഥാപനം എന്ത് ചെയ്യും, എന്തായാലും ഒരു ട്രെയിനിങ് പീരീഡ് നമുക്ക് നൽകും അല്ലേ. ഫസ്റ്റ് ടൈം തന്നെ നമ്മളെ നേരെ അങ്ങോട്ട് പോസ്റ്റിലേക്ക് ഇടോ? ഇല്ല. നമുക്ക് എന്ത് ചെയ്യും, ആദ്യം എന്താണ് ഈ സ്ഥാപനത്തെ കുറിച്ച് പഠിക്കാൻ എന്നൊക്കെ ഒരു ടൈം തരും. അപ്പൊ എന്താണ്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. അവിടെ എന്താണ് നടക്കുന്നത്, ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്. നെക്സ്റ്റ് എന്താണ്, ഇൻഡക്ഷൻ. എന്താണ് നെക്സ്റ്റ്, എന്ത് ചെയ്യും, ഇൻഡക്ഷൻ. ദെൻ പ്ലേസ്മെന്റ്. അത് കഴിഞ്ഞിട്ടാണ് എന്ത് നടക്കുന്നത്, നമ്മൾ അങ്ങോട്ട് എന്ത് ചെയ്യുക, പ്ലേസ്മെന്റ്. നമുക്ക് എന്ത് ചെയ്യും, ആ ജോലിയിലേക്ക് നമുക്ക് നിങ്ങളുടെ ജോലി ഇതാണെന്ന് പറഞ്ഞ്, നിങ്ങൾ ഇതാണ് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, ആ കൃത്യമായ ജോലി നമുക്ക് മെൻഷൻ ചെയ്ത് പ്ലേസ്മെന്റ് തരും. ഇനിയോ കോമ്പൻസേഷൻ. എന്താണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത്, എന്താണ്, നമുക്ക് സാലറി, നമ്മൾ ചെയ്യുന്ന വർക്കിന് കിട്ടുന്ന സാലറിയാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കോമ്പൻസേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. നമ്മൾ നന്നായിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, പ്രൊമോഷൻ. അതുപോലെ തന്നെ എന്ത് ചെയ്യും, ട്രാൻസ്ഫറും കിട്ടും, പ്രൊമോഷനും കിട്ടും. ഒരു ജോലിയിൽ നിന്ന് മറ്റൊരു ജോലിയിലേക്കുള്ള കയറ്റമാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. ഇനി ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്നും വേറൊരു ഡിപ്പാർട്ട്മെന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുക. എ എന്ന ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ബി എന്ന ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുക, ട്രാൻസ്ഫർ ചെയ്യുക. അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് നോക്കിയേ, പ്രോസസ് ഓഫ് സ്റ്റാഫിംഗ് ഇമ്പോർട്ടന്റ് ആട്ടോ നോക്കുക. മാൻ പവർ പ്ലാനിങ്, ജോബ് അനാലിസിസ്, റിക്രൂട്ട്മെന്റ്, സെലക്ഷൻ, പെർഫോമൻസ് അപ്രൈസൽ, എന്താണ് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെന്റ്, ഇൻഡക്ഷൻ, പ്ലേസ്മെന്റ്, കോമ്പൻസേഷൻ, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ. നെക്സ്റ്റ് നോക്കിയേ, മാൻ പവർ പ്ലാനിങ്. എന്താണ് മാൻ പവർ പ്ലാനിങ് എന്താണെന്നുള്ളതാണ്. ഇത് എന്ത് നമുക്ക് ചോദിച്ചിട്ടുണ്ട് എക്സാമിന്, 2 മാർക്കിനാണ് നമുക്ക് എന്ത് ചോദിച്ചിട്ടുള്ളത്, മാൻ പവർ പ്ലാനിങ് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, ഇത്രയും എന്ത് ചെയ്യുക, സെറ്റ് ആക്കി വെക്കുക, പഠിച്ചു വെക്കുക. നോക്കിയേ, മാൻ പവർ പ്ലാനിങ് ഈസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ് ആക്ടിവിറ്റി. മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആക്ടിവിറ്റി ആണ് എന്നാണ്, ഭാവിയിലേക്കുള്ള ഒരു ആക്ടിവിറ്റിയാണ് മാൻ പവർ പ്ലാനിങ്. എത്ര ആളുകൾ വേണമെന്ന് നമ്മുടെ ഫേം എന്ത് ചെയ്യുക, ഒരു എണ്ണം അല്ലെങ്കിൽ അവര് തീരുമാനിക്കുന്നത് എന്താ, ഫ്യൂച്ചറിലേക്കാണ്. ദെൻ എന്താണ് ഓറിയന്റഡ് ആക്ടിവിറ്റി ആൻഡ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്രൂട്ട്മെന്റ്. നമ്മൾ എന്ത് ചെയ്യും,
എത്ര ആളുകൾ വേണമെന്നൊരു എസ്റ്റിമേറ്റ് എടുത്തു വെക്കും. നോക്കൂ, അടുത്തതോ റിക്രൂട്ട്മെന്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലേക്ക് ആവശ്യമായിട്ടുള്ള ആളുകളുടെ എണ്ണം നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് കണക്കാക്കി അവരതിലേക്ക് റിക്രൂട്ട് ചെയ്യുന്ന ആ ഒരു പ്ലാനിങ്ങിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, തൊഴിലാളികൾ എത്ര എണ്ണം വേണം, അവരാരൊക്കെയാണ്, എങ്ങനെ എത്തരത്തിലുള്ള ആളുകൾ വേണം എന്നൊക്കെ നമ്മൾ സെറ്റ് ആക്കി ഒരു പ്ലാൻ ചെയ്ത് വെക്കുന്നതാണ് എന്തെന്ന് പറയുന്നത് മാൻ പവർ പ്ലാനിങ് എന്ന് പറയുന്നത്. പ്ലാനിങ്. അപ്പൊ ഇവിടെ എന്താണ് നമ്മളെന്താ മാൻ പവർ പ്ലാനിങ്. ഒരു സ്ഥാപനത്തെ സംബന്ധിച്ച് മാൻ പവർ പ്ലാനിങ് ഉദ്ദേശിക്കുന്ന ആരാ, എംപ്ലോയീസിനായിരിക്കും. അത് തന്നെയാണ് ഇവിടെ ഉള്ളൂ. നോക്കിയേ, മാൻ പവർ പ്ലാനിങ് ഈസ് എ ഫ്യൂച്ചർ ഓറിയന്റഡ് ആക്ടിവിറ്റി. ഇത് നോക്കണം നിങ്ങൾ, എന്താണ് ഒരു ഫ്യൂച്ചർ ഓറിയന്റഡ് ആക്ടിവിറ്റി ആണ് എന്നുള്ളത് നോക്കുക. ആൻഡ് ഇൻവോൾവ്സ് എസ്റ്റിമേറ്റിംഗ് ദ മാൻ പവർ റിക്രൂട്ട്മെന്റ് ഓഫ് ആൻ ഓർഗനൈസേഷൻ. നെക്സ്റ്റ് നോക്കിയേ, സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. നമ്മളെ റിക്രൂട്ട്മെന്റ് ഇല്ലേ, നമ്മൾ എന്ത് സ്റ്റാഫിങ്ങിന്റെ പ്രോസസ്സിൽ പഠിച്ചിട്ടുണ്ട്, എന്താ റിക്രൂട്ട്മെന്റ് എന്നുള്ള പ്രോസസ്സ്. ആ റിക്രൂട്ട്മെന്റില് എന്തുണ്ട്, സ്റ്റെപ്സ് ഉണ്ട്. റിക്രൂട്ട്മെന്റ് എന്ന് പറയുമ്പോൾ സ്റ്റെപ്സ് അല്ല, സോറി, എന്താണ് ആ റിക്രൂട്ട്മെന്റിന് ഓരോ പ്രോസസ്സ് ഉണ്ട്. എന്തൊക്കെയാണ് പ്രോസസ്സ് അഥവാ എന്താണ് ഇന്റേണൽ സോഴ്സസ്. അതിന് ഓരോ മേഖലകളുണ്ട്. ഇന്റേണൽ സോഴ്സസ് ഉണ്ട്, എക്സ്റ്റേണൽ സോഴ്സസ് ഉണ്ട്. അതായത് നമുക്ക് തൊഴിലാളികൾ എന്ത് ചെയ്യാം, സ്ഥാപനത്തിന്റെ ഉള്ളിൽ, അതാണ് എന്ത് ഇന്റേണൽ അതായത് ബിസിനസിന്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഫേമിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യാം. അല്ലെങ്കിൽ എക്സ്റ്റേണൽ, അതായത് നമ്മുടെ ഫേമിന്റെ അല്ലെങ്കിൽ ഓർഗനൈസേഷന്റെ പുറത്തു നിന്ന് നമുക്ക് എന്ത് ചെയ്യാം, തൊഴിലാളികളെ റിക്രൂട്ട് ചെയ്യാം. അതായത് ഈ റിക്രൂട്ട്മെന്റ് പ്രോസസ്സ് അതിനെ നമ്മൾ രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഇന്റേണൽ സോഴ്സ്, ആ സോഴ്സസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഇന്റേണൽ സോഴ്സസ് എന്നും അതുപോലെ തന്നെ എന്താണ് എക്സ്റ്റേണൽ സോഴ്സസ് എന്നും. അപ്പൊ നമുക്ക് ആദ്യം എന്താണ് ഇന്റേണൽ സോഴ്സസ് എന്താണെന്ന് നോക്കിയാലോ. ഇന്റേണൽ സോഴ്സസ് ഞാൻ പറഞ്ഞില്ലേ, വിത്തിൻ ദ ഓർഗനൈസേഷൻ, ഓർഗനൈസേഷന്റെ ഉള്ളിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുക, ആളുകളെ സെലക്ട് ചെയ്യുക. അതാണ് എന്ത് ഇന്റേണൽ സോഴ്സ് എന്ന് പറയുന്നത്. അതിൽ ഏതൊക്കെയുള്ളത്, ട്രാൻസ്ഫറും ഉണ്ട്, അതുപോലെ തന്നെ പ്രൊമോഷനും ഉണ്ട്. ട്രാൻസ്ഫറും ഉണ്ട്, പ്രൊമോഷൻ ഉണ്ട്. നോക്കിയേ, ട്രാൻസ്ഫർ ഞാൻ പറഞ്ഞു, എന്ത് ഒരാളെ അയാള് നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, അയാള് അല്ലെങ്കിൽ എന്താണ് എഫിഷ്യന്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് നമ്മൾ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ അയാൾ ഇവിടെ നിന്നാ പോരാ, നല്ല ഇറങ്ങി എന്ത് ചെയ്യും, വേറെ ഏതെങ്കിലും നല്ല ഡിപ്പാർട്ട്മെന്റിലേക്ക് അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്ഥലത്ത് അയാൾ ആവശ്യമാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ എന്ത് ചെയ്യും, അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്യും. ചിലവർക്ക് പണിഷ്മെന്റ് ആയിട്ടും കിട്ടും കേട്ടോ. ഇതെന്താണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത്, നോക്കിയേ, ട്രാൻസ്ഫർ ഇറ്റ് മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി. എന്താണ് ഒരു എംപ്ലോയിയെ ഷിഫ്റ്റ് ചെയ്യുക, എങ്ങനെ, ഫ്രം വൺ ജോബ് ടു അനദർ, ഒരു ജോലിയിൽ നിന്നും അനദർ ജോലി, വിതൗട്ട് ചേഞ്ചിങ് ദ റെസ്പോൺസിബിലിറ്റി ആൻഡ് സാലറി. അവിടെ നമ്മൾ എന്ത് ചേഞ്ച് ചെയ്യുന്നില്ല, സാലറിയും അയാളുടെ റെസ്പോൺസിബിലിറ്റിയും ചേഞ്ച് ചെയ്യുന്നില്ല. അത് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. എന്ത് ചെയ്യുന്നില്ല, സാലറിയും അയാളുടെ റെസ്പോൺസിബിലിറ്റിയും നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മാറ്റി നിർത്തുന്നില്ല. അത് അതേ ചേഞ്ച് ചെയ്യാതെ അതുപോലെ തന്നെ വെക്കും. പക്ഷെ എന്താണ്, ഒരു ജോലിയിൽ നിന്നും മറ്റൊരു ജോലിയിലേക്ക് അയാളെ മാറ്റുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം ട്രാൻസ്ഫർ ഇറ്റ് മീൻസ് ഷിഫ്റ്റിംഗ് ഓഫ് ആൻ എംപ്ലോയി ഫ്രം വൺ ജോബ് ടു another without changing the responsibility and salary. Next നോക്കിയേ, പ്രൊമോഷൻ. ഇതെല്ലാവരും ജോബിൽ കിടക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും സ്വപ്നമാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, പ്രൊമോഷൻ അതായത് അയാൾക്ക് ഇപ്പൊ നിൽക്കുന്ന ഒരു ഡി ലെവൽ എംപ്ലോയിനെ ബി ലെവൽ എംപ്ലോയി ആക്കുക, അല്ലെങ്കിൽ ബി ലെവൽ എംപ്ലോയിനെ എ ലെവൽ, അങ്ങനെയൊക്കെ ഒരു ഇത്. നോക്കിയേ, പ്രൊമോഷൻ ഇറ്റ് ഇൻവോൾവ്സ് ഷിഫ്റ്റിംഗ് ഓർ ട്രാൻസ്ഫറിംഗ് എംപ്ലോയീസ് ടു എൻ ഹയർ ജോബ്. എന്താണ്, it involves shifting or transferring employees to a higher job. വലിയ ജോബിലേക്ക്, ഹയർ ജോബിലേക്ക്, അയാളെ ഇപ്പൊ നിൽക്കുന്ന ആ ജോബിൽ നിന്നും കുറച്ചുകൂടി മുകളിലേക്ക് അയാളുടെ വർക്ക് അല്ലെങ്കിൽ ജോബ് ഷിഫ്റ്റ് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, പ്രൊമോഷൻ എന്ന് പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും സ്വപ്നമാണ് എന്ത്, പ്രൊമോഷൻ. അപ്പൊ ട്രാൻസ്ഫർ ഇന്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെടുന്നതാണ് ഇത് എന്ന് പറയുന്നത്, പ്രൊമോഷൻ ആൻഡ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഒരു എംപ്ലോയിനെ ഷിഫ്റ്റ് ചെയ്യുക ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്. എങ്ങനെ, വിതൗട്ട് ചേഞ്ചിങ് സാലറി ഓർ റെസ്പോൺസിബിലിറ്റി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്, നെക്സ്റ്റ് നമ്മൾ പറഞ്ഞു പ്രൊമോഷൻ. പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ അയാൾ എന്ത് ചെയ്യുക, ചെറിയ ഹയർ ജോബിലേക്ക് എന്ത് ചെയ്യാം, നമ്മൾ ഷിഫ്റ്റ് ചെയ്യാം, ഹയർ ജോബിലേക്ക്. ഇനി എക്സ്റ്റേണൽ സോഴ്സസ് ഓഫ് റിക്രൂട്ട്മെന്റ്. എക്സ്റ്റേണൽ ഞാൻ പറഞ്ഞു, എന്ത് ഓർഗനൈസേഷന്റെ പുറത്ത് നിന്ന് നമുക്ക് എങ്ങനെയൊക്കെ ആവാം, അഡ്വർടൈസ്മെന്റിലൂടെ നടത്താം, അതുപോലെ തന്നെ ഇന്റർവ്യൂസ് കണ്ടക്ട് ചെയ്തിട്ട് നടത്താം. നമ്മൾ കോളേജസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, കോളേജസിലൊക്കെ ക്യാമ്പ് ഒക്കെ ഇടയ്ക്ക് നടക്കാറുണ്ട്, അങ്ങനെ നടത്താം. അതുപോലെ തന്നെ എന്ത് ചെയ്യാം, അഡ്വൈസ്മെന്റ് ഫ്രീ, അതുപോലെ തന്നെ എന്താ ട്രെയിനിങ്, അഡ്വർടൈസ്മെന്റ്, ഈ കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എക്സ്റ്റേണൽ സോഴ്സ് പുറത്തുനിന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എംപ്ലോയീസിനെ റിക്രൂട്ട് ചെയ്യാം. ഏതൊക്കെയാ നോക്കിയേ, മീഡിയ അഡ്വർടൈസ്മെന്റ്. ഞാൻ പറഞ്ഞു, എന്തോ മീഡിയ അഡ്വർടൈസ്മെന്റിലൂടെ നമുക്ക് എന്ത് ചെയ്യാം, ആളുകളെ
റിക്രൂട്ട് ചെയ്യാം. നെക്സ്റ്റ് എന്താണ്? എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. നമ്മൾ എല്ലാവരും എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും? ഒരു പക്ഷേ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന എവിടെയെങ്കിലും ജോബ് എവിടെന്നെങ്കിലും കിട്ടട്ടെ എന്ന് വിചാരിച്ച് നമ്മളൊക്കെ എന്ത് ചെയ്യും? കാണുന്ന സാധനത്തിലൊക്കെ കൊണ്ടുപോയിട്ട് പേരിടും. അതുപോലെ തന്നെയാണ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലും പേര് ചേർക്കാത്തവർ അധികം ആരും ഉണ്ടായിരിക്കില്ല. നോക്കിയേ, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടായിരിക്കില്ല കേട്ടോ, സോറി. ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ഞാൻ പറഞ്ഞു എന്തോ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പോയിട്ട് ഇങ്ങനെ പറയും, ഇന്ന അവസരങ്ങൾ നിങ്ങൾക്ക് ഉണ്ട്, ഇന്ന കമ്പനീസിൽ നിങ്ങൾ ഇന്ന ഈ കോഴ്സ് പഠിച്ചിറങ്ങിയ നിങ്ങൾക്ക് ഇന്ന ജോബ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും? അതുപോലെ തന്നെ നോട്ടീസ് ഒക്കെ നമുക്ക് തരും. അപ്പൊ അതിലൂടെ ഇനി എന്താണ്? അൺസോളിസിറ്റഡ് അപ്ലിക്കേഷൻ. അൺസോളിസിറ്റേറ്റഡ് അപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇന്റർവ്യൂ ഉണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥാപനം തുടങ്ങിയിരിക്കുക, ഇനി ഞങ്ങൾ ആളെ എടുക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോലും നമ്മൾ എന്ത് ചെയ്യും? നിങ്ങൾ എന്ത് ചെയ്യുക? ആളെ ഇനി അഥവാ എടുക്കുവാണെങ്കിൽ എന്ത് ചെയ്യണം? എന്റെ ബയോഡാറ്റ കൂടി ഞാൻ ഇവിടെ വെക്കുന്നുണ്ട്, നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ വെക്കും. സെലക്ട് ചെയ്യാത്ത ആളുകളുടെ അതുപോലെ തന്നെ ബയോഡാറ്റ ഒക്കെ നമ്മൾ എടുത്തു വെക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? ഈ അൺസോളിസിറ്റേറ്റഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത നോക്കിയേ, റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. എന്താണ്? റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഇനി നോക്കിയേ, റെഫറൽസ്, പ്ലേസ്മെന്റ് ഏജൻസീസ്. ഞാൻ പറഞ്ഞല്ലോ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് പോലെ തന്നെ നമ്മൾ വേറെ അത് പേയ്മെന്റ് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? പേയ്മെന്റ് കൊടുത്തിട്ട് ഒരു പ്ലേസ്മെന്റ് ഏജൻസിയിൽ നമ്മൾ പേര് രജിസ്റ്റർ ചെയ്തിട്ട് അതിലൂടെ നമുക്ക് അങ്ങനെ രജിസ്റ്റർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ആളുകളെ, മാൻ പവേഴ്സിനെ നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്നതാണ്. നോക്കിയേ, അപ്പം എക്സ്റ്റേണൽ സോഴ്സസ്, റിക്രൂട്ട്മെന്റ് എംപ്ലോയീസ് ഫ്രം ഔട്ട്സൈഡ് ഓർഗനൈസേഷൻ. നിങ്ങൾ ഏതെങ്കിലും കുറച്ചെണ്ണം ഒരു മിനിമം ഒരു 4-5 ഒക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഓർത്ത് വെക്കുക. എന്താണ്? മീഡിയ, അഡ്വർടൈസ്മെന്റ്, അതെല്ലാവർക്കും കിട്ടും. പിന്നെ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച്. ഓക്കെ. ഇനി എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ, അൺസോളിസിറ്റഡ് ആപ്ലിക്കേഷൻ, റിക്രൂട്ട്മെന്റ് അറ്റ് ദ ഫാക്ടറി ഗേറ്റ്. പിന്നെ എന്ത് ചെയ്യാം? നമ്മളെ ഫാക്ടറി ഗേറ്റ്, അതായത് നമ്മുടെ സ്ഥാപനത്തിൽ ഓൾറെഡി ഉള്ള ആളുകൾ മുഖേന അവർ പറഞ്ഞിട്ട് അത് അറിഞ്ഞു വരുന്നവരും ഉണ്ടായിരിക്കും. നെക്സ്റ്റ് എന്താണ്? റെഫറൽസ് നോക്കിയിട്ട് എടുക്കുന്നുണ്ടായിരിക്കും. ഇനി പ്ലേസ്മെന്റ് ഏജൻസീസ്. എന്താണ്? പ്ലേസ്മെന്റ് ഏജൻസീസ്. നെക്സ്റ്റ് നോക്കിയേ, ദ ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ. നമ്മൾ എന്ത് ചെയ്യും? ഇപ്പൊ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞു. ഈ റിക്രൂട്ട്മെന്റ് കഴിഞ്ഞ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ നമ്മൾ പറഞ്ഞേ? സെലക്ഷൻ അല്ലേ പറഞ്ഞേ? ആ സെലക്ഷന് കുറച്ച് കാര്യങ്ങളുണ്ട്. നോക്കിയേ, സ്ക്രീനിങ് ഓർ ആപ്ലിക്കേഷൻ, സ്ക്രീനിങ് ഓഫ് ആപ്ലിക്കേഷൻ. നമ്മൾ ആപ്ലിക്കേഷൻസ് ഒക്കെ എന്ത് ചെയ്യും? നമ്മൾ ചെക്ക് ചെയ്ത് നോക്കും. ഇനി ഹോൾഡിംഗ് സെലക്ഷൻ ടെസ്റ്റ്. എന്താണ്? നമ്മൾ സെലക്ഷന്റെ ടെസ്റ്റസ് ഒക്കെ നടത്തും, ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ഇനി എന്താ? കണ്ടക്ടിങ് സെലക്ഷൻ ഇന്റർവ്യൂ. ദെൻ നമ്മൾ എന്താ ചെയ്യുക? ടെസ്റ്റ് ഒക്കെ കണ്ടക്ട് ചെയ്ത് അതിന് ആളുകൾ എടുത്ത് അവരെന്ത് ചെയ്യും? ഇന്റർവ്യൂ ചെയ്യും. ദെൻ എന്താ? ചെക്കിംഗ് ഓഫ് റെഫറൻസ്. അവർ തന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യും? ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. മെഡിക്കൽ എക്സാമിനേഷൻ. ദെൻ എന്താണ്? ചിലയിടങ്ങളിൽ മെഡിക്കൽ എക്സാമിനേഷൻ ഇല്ലാതെ ഇരിക്കുന്നുണ്ട്. എന്താണ് മെഡിക്കൽ എക്സാമിനേഷൻ? നമ്മൾ ആപ്റ്റ് ആണോ ജോലി ചെയ്യാൻ എന്നുള്ളത് എന്ത് ചെയ്യും? നോക്കും. ഇനി അടുത്ത നോക്കിയേ, ഇഷ്യൂ ഓഫ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ. ഇഷ്യൂ ഓഫ് ദെൻ എന്ത് ചെയ്യും? നമുക്ക് ആവശ്യമുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ നമ്മുടെ കയ്യിൽ കിട്ടും. അപ്പൊ നോക്കിയേ, എന്തൊക്കെയാണ് ഇമ്പോർട്ടന്റ് സ്റ്റെപ്സ് ഇൻ സെലക്ഷൻ എന്നൊന്നുകൂടി നോക്കുക. സ്ക്രീനിങ് ഓർ ആപ്ലിക്കേഷൻ, then എന്താണ്? ഹോൾഡിംഗ് സെലക്ഷൻ ടെസ്റ്റസ്, then കണ്ടക്ടിങ് സെലക്ഷൻ ഇന്റർവ്യൂ, ചെക്കിംഗ് ഓഫ് റെഫറൻസ്, മെഡിക്കൽ എക്സാമിനേഷൻ, ഇഷ്യൂ ഓഫ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ. then നോക്കിയേ, പെർഫോമൻസ് അപ്രൈസൽ. എന്താണ്? പെർഫോമൻസ് അപ്രൈസൽ എന്താണ്? നോക്കിയേ, ഇറ്റ് മീൻസ് ഇവാലുവേറ്റിംഗ് an employee's current or past performance as against certain predetermined standards. അതായത് നമ്മുടെ കമ്പനി സെറ്റ് ചെയ്തിട്ടുള്ള ഒരു ലെവൽ ഉണ്ടായിരിക്കും, ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും. ആ സ്റ്റാൻഡേർഡിനനുസരിച്ചാണോ നമ്മളിപ്പം സെലക്ട് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് എന്നുള്ളത് അവരുടെ ഇപ്പോഴത്തെ ആക്ടിവിറ്റീസും അതുപോലെ തന്നെ പാസ്റ്റ് ആക്ടിവിറ്റീസും നോക്കിയിട്ട് നമ്മൾ ചെക്ക് ചെയ്യും. അതിനാ ചെക്ക് ചെയ്യുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ. നമ്മുടെ ഇതുവരെയുള്ളതും ഇതിന് മുന്നേ ഉള്ള പെർഫോമൻസും എന്ത് ചെയ്യാം? ഒന്ന് ചെക്ക് ചെയ്യുക. ശരിക്കും ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണോ എന്നുള്ളത് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? പെർഫോമൻസ് അപ്രൈസൽ. നോക്കിയേ, ഇറ്റ് മീൻസ് ഇവാലുവേറ്റിംഗ്. നമ്മൾ അതെന്ത് ചെയ്യും? ഇവാലുവേറ്റ് ചെയ്യും. എന്താണ്? an employee's current or past performance as against certain predetermined standard. മുൻകൂട്ടി കണ്ടിട്ടുള്ള കുറച്ച് ലക്ഷ്യങ്ങൾ, സ്റ്റാൻഡേർഡ്സ് വെച്ചിട്ട്. ദെൻ നോക്കിയേ, അടുത്തത് എന്താണ്? ഡയറക്റ്റിംഗ്. എന്താണ് അടുത്തത്? നമ്മുടെ സ്റ്റാഫിംഗ് കഴിഞ്ഞു. നമ്മൾ പ്ലാനിങ്, ഓർഗനൈസിങ്, സ്റ്റാഫിംഗ്. ദെൻ നമ്മുടെ എന്താണ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്? മാനേജ്മെന്റിന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഡയറക്റ്റിംഗ്. എന്താണ് ഡയറക്റ്റിംഗ്? നോക്കിയേ, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദേ ഡു ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. അതായത് നമ്മളെ വർക്കേഴ്സിനോട് കൃത്യമായി ജോലികൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറയാം, അവരെ മുന്നോട്ട് നയിക്കുന്ന കാര്യത്തെയാണ് ഇതെന്ന് പറയുന്നത് ഡയറക്റ്റ് ചെയ്യുക. അവരതിനനുസരിച്ചാണോ, നമ്മൾ പറഞ്ഞിട്ടുള്ളതിനനുസരിച്ചാണോ ജോലി ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരെ അതിലേക്ക് നമ്മൾ നയിക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്? ഡയറക്റ്റിംഗ് എന്ന് പറയുന്നത്. നോക്കൂ, ഡയറക്റ്റിംഗ്, ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ടെല്ലിംഗ് പീപ്പിൾ വാട്ട് ടു ഡു ആൻഡ് എൻഷുറിംഗ് ദാറ്റ് ദേ ഡു ഇൻ ദ ബെസ്റ്റ് പോസിബിൾ മാനർ. അവർ ഏറ്റവും നല്ല രീതിയിലാണോ അത് ചെയ്യുന്നത് എന്നുള്ളത് നോക്കുക, അതിലേക്ക് അവരെ നയിക്കുക.
ദെൻ നോക്കിയേ എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ്. എന്താണ് എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ്? എന്തൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, സൂപ്പർവിഷൻ ഉണ്ട്, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്. ഏതൊക്കെയാണ് നമ്മുടെ എലമെന്റ്സ് ഓഫ് ഡയറക്ടിങ്? അത് എലമെന്റ്സ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. ഏതൊക്കെയാണ്? കമ്മ്യൂണിക്കേഷൻ. നമ്മളിപ്പോ ഒരാളെ ഡയറക്റ്റ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? കമ്മ്യൂണിക്കേഷൻ കൂടിയേ തീരുള്ളൂ. കൃത്യമായ ഒരു കമ്മ്യൂണിക്കേഷൻ വേണം. ഇനിയോ സൂപ്പർവിഷൻ, അവരെ നേരിട്ട് നയിക്കാൻ ആവശ്യമായിട്ടുള്ള സൂപ്പർവിഷൻ വേണം. ഇനി മോട്ടിവേഷൻ, വെറുതെ ചെയ്താൽ മതിയോ? അങ്ങനെ പോയി കണ്ട ഇത് ചെയ്യുന്ന അവർക്ക് എന്ത് ചെയ്യണം? അവരൊന്ന് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഇമ്പാക്ട് നമുക്ക് ഇങ്ങോട്ട് തിരികെ. ഇനി എന്താണ്? ലീഡർഷിപ്പ്. എന്താണ് ലീഡർഷിപ്പ്? ആദ്യം നമുക്ക് ഇത് നോക്കാം. ഏതൊക്കെയാണ്? ആദ്യം പറഞ്ഞു എന്താണ്? കമ്മ്യൂണിക്കേഷൻ. ഇറ്റ് മീൻസ് എ പേഴ്സൺ ടു ട്രാൻസ്മിറ്റ് ഇൻഫോർമേഷൻ ഓർ മെസ്സേജസ് ടു അനദർ പേഴ്സൺ. അതായത് ഒരു ഇൻഫോർമേഷൻ മറ്റൊരു വ്യക്തിയിലേക്ക് നമ്മൾ കൈമാറുന്നതിനെയാണ് ഇതെന്ന് പറയുന്നത് കമ്മ്യൂണിക്കേഷൻ. എല്ലാവർക്കും അറിയാവുന്ന. ഇനി നോക്കിയേ, ഇൻ ദിസ് പ്രോസസ് ഇൻക്ലൂഡ്സ് എക്സ്ചേഞ്ച് ഓഫ് ഐഡിയാസ്, ഒപ്പീനിയൻസ്, ഫാക്ട്സ്, വ്യൂ ആൻഡ് ഇൻഫോർമേഷൻ. എന്തൊക്കെയാണ് നമ്മൾ അവിടെ കൈമാറുന്നത്? ഇൻ ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച്, നമ്മൾ എന്തൊക്കെ എക്സ്ചേഞ്ച് ചെയ്യുന്നുണ്ട്? ഐഡിയാസ്, നമ്മുടെ ഒപ്പീനിയൻസ്, ദെൻ ഫാക്ട്സ്, അതുമായി ബന്ധപ്പെട്ട ഫാക്ട്സ്, ആൻഡ് വ്യൂ ആൻഡ് ഇൻഫോർമേഷൻ, നമുക്ക് അതിനെ കുറിച്ചുള്ള കാഴ്ചപ്പാടും അതിന്റെ ഇൻഫോർമേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും? ഡയറക്റ്റിംഗിൽ കമ്മ്യൂണിക്കേഷൻ എന്നതിലൂടെ നമ്മൾ പറയും. കമ്മ്യൂണിക്കേഷൻ എന്ന് വെച്ചാൽ നമ്മളൊരു ഇൻഫോർമേഷൻ മറ്റൊരു വ്യക്തിയിലേക്ക് കൈമാറാം. അവിടെ എന്താണ് കൈമാറുന്നത്? ഐഡിയാസ്, ഫാക്ട്സ്, വ്യൂ ഓഫ് ഇൻഫോർമേഷൻ, ദെൻ എന്താണ്? ഒപ്പീനിയൻസ്, ഇതൊക്കെയാണ് നമ്മൾ അവിടെ കൈമാറുന്നത്. ദെൻ നോക്കിയേ, സൂപ്പർവിഷൻ. Here is the supervisor clarify all the instructions and guide employees to work as the team in a cooperation with others. അതായത് ആദ്യമേ ഒരു കമ്പനിയിലേക്ക് വരുന്ന ആളുകൾക്ക് ഇത് എന്താണ് എങ്ങനെയാണെന്നൊന്നും നമ്മൾ ആരും കൂടി വർക്ക് ചെയ്യേണ്ട ഒരു പിടുത്തം ഉണ്ടാവില്ല. ഇല്ലല്ലോ? ഉണ്ടാവില്ല. ചിലവർക്ക് ഉണ്ടാവില്ല, കൃത്യമായ ഗൈഡൻസ് കിട്ടാതെ വരും. ചിലപ്പോൾ നമുക്ക് കിട്ടിയാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യും? ആകെ പാളി പോകുന്ന ചില ചാൻസ് ഉണ്ടാവും. അപ്പൊ സൂപ്പർവിഷൻ എന്ന് വെച്ചാൽ നമുക്ക് കൃത്യമായിട്ട് ആ കാര്യങ്ങൾ എങ്ങനെയാണെന്ന് പറഞ്ഞു തരാൻ ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അദ്ദേഹം പറയും നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ന ടീമിന്റെ കൂടെ വർക്ക് ചെയ്യണം, ഇന്നതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രക്ഷൻസ്, ഇവിടെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്നതാണ് ചെയ്യേണ്ടത്, ഇത് ചെയ്യാൻ പാടില്ല, നിങ്ങൾ ഈ ടീമിന്റെ കൂടെയാണ് വർക്ക് ചെയ്യേണ്ടത്, നന്നായിട്ട് ടീം വർക്ക് ചെയ്യണം എന്നൊക്കെ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു സൂപ്പർവൈസർ ഉണ്ടായിരിക്കും. അതാണ് എന്തെന്ന് പറയുന്നത്? സൂപ്പർവിഷൻ. ഈ സൂപ്പർവൈസറാണ് നമ്മുടെ നടപ്പാക്കുന്നത്. ഇനി അടുത്ത നോക്കിയേ, motivation. It is the force that inspires a person at work to intensify his willingness to use the best of his capability for achievement of objective. നമ്മുടെ സ്ഥാപനത്തിന്റെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വ്യക്തി എന്ത് ചെയ്യാം? ഓൾറെഡി ആ വ്യക്തി എന്ത് ചെയ്യുന്നുണ്ട്? വർക്ക് ചെയ്യുന്നുണ്ട്. ഒന്നും കൂടി അയാൾ എന്ത് ചെയ്യുക? അയാളുടെ ഫുൾ എന്താ ചെയ്യുക? പവർ യൂസ് ചെയ്ത് അയാളുടെ വില്ലിങ്നെസ്സും എല്ലാ കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യുക? നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? അയാളൊന്ന് മോട്ടിവേറ്റ് ചെയ്യും. ഈ മോട്ടിവേറ്റ് ചെയ്യാന്ന് വെച്ചാൽ എന്താണ്? ഒന്ന് നമ്മൾ പറഞ്ഞു നോക്കും, പിന്നെന്താ, നിങ്ങൾ ഇത്ര വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഇത്ര നന്നായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് സാലറിയിൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്, നിങ്ങൾക്ക് അതിൻ്റെതായ എന്തുണ്ട് ഗിഫ്റ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ അവർക്ക് എന്ത് ചെയ്യും? കൂടുതലൊന്നും കൂടി എന്ത് ചെയ്യും? അവരെ നമ്മുടെ സ്ഥാപനത്തിന്റെ ലക്ഷ്യം നേടാൻ വേണ്ടിയിട്ട് മുന്നോട്ട് നയിക്കും. അപ്പൊ നോക്കിയേ, മോട്ടിവേഷൻ. ഇറ്റ് ഈസ് ദ ഫോഴ്സ് ദാറ്റ് ഇൻസ്പയർ. ഒരു ഫോഴ്സ് ആണ്. അവരെ നമ്മൾ എന്ത് ചെയ്യാം? ഫോഴ്സ് ചെയ്യാണ്. നമ്മൾ അവരറിയാതെ തന്നെ നമ്മൾ അവരെ ഫോഴ്സ് ചെയ്യും. ഇൻസ്പയർസ് എ പേഴ്സൺ അറ്റ് വർക്ക് ടു ഐഡന്റിഫൈ ഹിസ് വില്ലിംഗ്നെസ് ടു യൂസ് ദ ബെസ്റ്റ് ഓഫ് ഹിസ് കാപ്പബിലിറ്റി ഫോർ അച്ചീവ്മെന്റ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ദെൻ എന്താണ്? ലീഡർഷിപ്പ്. നോക്കിയേ, ലീഡർഷിപ്പ് ഇസ് ദ എബിലിറ്റി ഓഫ് എ പെർസ്യൂഡ് ആൻഡ് മോട്ടിവേറ്റ്സ് അതേഴ്സ് വർക്ക് ഇൻ എ ഡിസയേഴ്സ് വേ ഫോർ അച്ചീവിംഗ് ഗോൾസ്. അപ്പൊ ലീഡർഷിപ്പ് ഈസ് ദ എബിലിറ്റി, അതായത് മറ്റുള്ളവരെ മുന്നോട്ട് നയിക്കാനുള്ള ഒരു കഴിവാണ് എന്തെന്ന് പറയുന്നത്? ലീഡർഷിപ്പ്. അപ്പൊ ആ കഴിവുള്ള വ്യക്തിക്ക് എന്ത് ചെയ്യാം? നല്ലൊരു ലീഡർ ആയിട്ട് മാറാം. അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾസ് അച്ചീവ് ചെയ്യാൻ, മറ്റുള്ളവരെ എന്ത് ചെയ്യാൻ പറ്റും? മുന്നോട്ട് നയിക്കാൻ പറ്റും. അപ്പൊ ഏതൊക്കെ എലമെന്റ്സ് ഓഫ് ഡയറക്റ്റിംഗ്? കമ്മ്യൂണിക്കേഷൻ, സൂപ്പർവിഷൻ, മോട്ടിവേഷൻ, ലീഡർഷിപ്പ്. ദെൻ നോക്കിയേ, മാസ്ലോസ് ഹൈറാർക്കിക് നീഡ്. എന്താണ് മാസ്ലോസ് ഹൈറാർക്കിക് നീഡ്സ്? ഇത് നമുക്ക് ചിലപ്പോൾ ഇങ്ങനെ തന്നെ ചോദിക്കാം. ഇത് ഏത് നീഡാണ്, ആരുടെയാണ്, ഏത് വ്യക്തിയുടെയാണ്, ഏത് ശാസ്ത്രജ്ഞന്റെ ആണെന്നൊക്കെ ഓപ്ഷനിൽ തരാം. അപ്പൊ എന്താണ്? ആരുടെയാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്? ഏതാ? മാസ്ലോസ് നീഡ് ഹൈറാർക്കി. നോക്കി എന്തൊക്കെയാണ് ഇതിലുള്ളത്? ഫിസിയോളജിക്കൽ നീഡ്സ്. അതായത് ഇത് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താ? വർക്കേഴ്സിന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് നമ്മൾ നോക്കുന്നത്. എന്തൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ടായിരിക്കും. വർക്കേഴ്സിന് എന്തുണ്ട്? ഫിസിയോളജിക്കൽ നീഡ്സ് ഉണ്ട്. ദെൻ എന്താണ്? സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ്. വർക്കേഴ്സിന് എന്ത് വേണം? സേഫ്റ്റിയും സെക്യൂരിറ്റി നീഡ്സും. ഈ പറയുന്ന നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമാണ് എന്ത് നമ്മുടെ എംപ്ലോയീസിന് കറക്റ്റ് ആയിട്ട് അവർക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്സ്, ഫേമിന്റെ ഒബ്ജക്റ്റീവ്സ് അല്ലെങ്കിൽ എന്താണ് ലക്ഷ്യങ്ങൾ, ഗോൾസ് നേടാൻ സഹായിക്കത്തുള്ളൂ. സോഷ്യൽ നീഡ്സ്. എന്താണ് സോഷ്യൽ നീഡ്സ്? എസ്റ്റീം നീഡ്സ്. എന്താണ് എസ്റ്റീം നീഡ്സ്? ദെൻ എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. എന്താണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്? ഫിസിയോളജിക്കൽ നീഡ്സ്. അപ്പൊ ഞാൻ പറഞ്ഞു എന്താ, ഈ നീഡ്സ് ഒക്കെ സാറ്റിസ്ഫൈ ചെയ്യണം. നിങ്ങളോട് എങ്ങനെ ചോദിക്കും? ഫിസിയോളജിക്കൽ നീഡ്സ് എന്താണെന്ന് ചോദിക്കത്തില്ല. നിങ്ങളോട് എന്തേ ചോദിക്കത്തുള്ളൂ? ഈ ഓപ്ഷൻസ് തന്നിട്ട് ഇതിൽ നിന്നും ഏത് നീഡാണെന്ന് കണ്ടെത്താനായിരിക്കും പറയാം. അതായത് ഇപ്പൊ എന്ത് തരും? ഫുഡ് ആൻഡ് ക്ലോത്തിങ്. ഫുഡും ക്ലോത്തിങ് തരും. ദെൻ ഇറ്റ് ഈസ് എന്താണ്? ഇത് എന്തില്
ഏത് തരം നീഡ്സ് ആണെന്ന് ചോദിക്കും. എന്നാൽ ഓപ്ഷനിൽ എന്ത് തരും? ഫിസിയോളജിക്കൽ നീഡ്സ് തരും, സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ് ഇങ്ങനെയും തരും. അല്ലെങ്കിൽ എങ്ങനെ തരാം? മാച്ച് ദ ഫോളോയിങ് ആയിട്ട് നമ്മളോട് എന്ത് ചെയ്യും? മാച്ച് ചെയ്യാൻ പറയും. എ കോളത്തിൽ നീഡ്സും തരും, ബി കോളത്തിന് അതിന് എക്സാമ്പിൾസും തരും. അങ്ങനെയായിരിക്കും നമുക്ക് അധികം ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ്. അപ്പൊ നമ്മൾ ഇതെന്തായാലും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിച്ചു വെക്കുക. ഫിസിയോളജിക്കൽ നീഡ്സ് എന്തൊക്കെയാണ്? നമ്മളെ ഫിസിക്കൽ നീഡ്സ് എന്ന് പറയുന്നത് പോലെ തന്നെ ഏതൊക്കെയാണ്? ഫുഡ് നന്നായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എന്താ ആവശ്യമുണ്ട്? ഫുഡ് ആവശ്യമാണ്. ഇനി ഷെൽട്ടർ, ഒരാളെ സംബന്ധിച്ചിടത്തോളം എന്ത് വേണം? തൊഴിലാളിയാണെങ്കിലും അയാൾക്ക് എന്ത് വേണം? ഷെൽട്ടർ. അപ്പൊ എല്ലാ ഓർഗനൈസേഷൻ ഫേമും ഒക്കെ നമുക്ക് എന്തുണ്ട്? ഷെൽട്ടർ, അല്ലെങ്കിൽ നമുക്ക് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഒരു റൂം അല്ലെങ്കിൽ എന്താണ് ഒരു ഹോസ്റ്റൽ നമുക്ക് എന്ത് ചെയ്യും? സെറ്റ് ചെയ്ത് തരും. അപ്പൊ നോക്കിയേ, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്, അവർക്ക് ക്ലോത്തിങ്. അപ്പൊ എന്തൊക്കെയാ ഫിസിയോളജിക്കൽ നീഡ്സിൽ വരുന്നത്? ഫുഡ്, ഷെൽട്ടർ ആൻഡ് ക്ലോത്തിങ്. നിങ്ങൾ എക്സാമ്പിൾസ് പഠിച്ചു വെക്കുക. സേഫ്റ്റി ആൻഡ് സെക്യൂരിറ്റി നീഡ്സ് എന്താണ്? സേഫ്റ്റി ഫ്രം ആക്സിഡന്റ്. വർക്കേഴ്സ് അവിടെ ഇപ്പൊ ഫാക്ടറിയിലേക്ക് ജോലി ചെയ്യുകയാണെങ്കിൽ അവർക്ക് എന്ത് വേണം? സേഫ്റ്റി, അവരുടെ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കണം. ആൻഡ് ഡിസീസ് ആസ് ലൈവ്ലിഹുഡ്, ഇതിനൊക്കെ അവർക്ക് എന്ത് ചെയ്യണം? സേഫ്റ്റി നമ്മൾ ഉറപ്പാക്കണം. എന്തൊക്കെയാണ്? സേഫ്റ്റി ഫ്രം ആക്സിഡന്റ്, ഡിസീസസ്, അവർക്ക് ആശുപത്രിയിൽ പോയാൽ ആ ചെലവ് കുറച്ചൊന്ന് ഒരു 15% 20% എന്ത് ചെയ്യാം? കമ്പനി വഹിക്കും എന്നുള്ള രീതിയിലുള്ള അത്തരത്തിലുള്ള കാര്യങ്ങളും അവർക്ക് എൻഷുർ ചെയ്ത് കൊടുത്താൽ അത് എംപ്ലോയീസിന് എന്ത് ചെയ്യും? ഒരു നമ്മുടെ സ്ഥാപനത്തോട് ഒരു വിശ്വാസ്യത കൂട്ടും. ഇനി എന്താണ്? ലൈവ്ലിഹുഡ്. അപ്പൊ നോക്കിയേ, സേഫ്റ്റി നീഡ്സിൽ എന്തൊക്കെയാ വരുന്നത്? സേഫ്റ്റി ഫ്രം ആക്സിഡന്റ്, അത് കിട്ടും. സേഫ്റ്റി നമുക്ക് ആവശ്യം അതൊന്നൊക്കെ അല്ലേ? എന്താണ്? ആക്സിഡന്റില്, ഡിസീസ്, ലൈവ്ലിഹുഡ്. ദെൻ നോക്കിയേ, സോഷ്യൽ നീഡ്സിൽ എന്താണ്? സോഷ്യൽ ആയിട്ട് നമുക്ക് കിട്ടേണ്ടത് എന്താണ്? ലവ്, എഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്, ഇതൊക്കെ വേണം. അതായത് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമല്ല, തൊഴിലാളികൾക്ക് പരസ്പരം എന്ത് ചെയ്യണം? ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്ത് ചെയ്യും? അവർക്ക് ഒരു ജോലിയായിട്ട് നന്നായിട്ട് വർക്ക് ചെയ്യും. പ്രഷർ ഒക്കെ കുറയ്ക്കാൻ പറ്റും. വർക്ക് പ്രഷർ ഒക്കെ കുറച്ച് വർക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അവിടെ ഒരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പൊ സോഷ്യൽ നീഡ്സിൽ എന്തൊക്കെയാണ്? ലവ്, എഫെക്ഷൻ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ദെൻ നോക്കിയേ, എസ്റ്റീം നീഡ്സ്, റെസ്പെക്ട് ആൻഡ് റെക്കഗ്നേഷൻ. അതായത് അവരെന്ത് ചെയ്യുന്നുണ്ട്? ഒരു തൊഴിലാളികളും നമ്മളിൽ നിന്ന് എന്താണ് ഒരു എക്സ്പെക്ട് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? റെസ്പെക്ട്. എന്ത് തൊഴിൽ ചെയ്യുന്ന ആളാണെങ്കിലും അയാൾക്ക് അയാളുടേതായ എന്തുണ്ട്? ഒരു റെസ്പെക്ട് നമ്മൾ കൊടുത്തേ തീരും. അതും എന്താണ്? അധ്വാനിക്കുന്നവരാണ്. അധ്വാനം എല്ലാവർക്കും എന്താണ്? ഈക്വൽ ആണ്. അധ്വാനിക്കുന്നവരെ നമ്മൾ എന്ത് ചെയ്യണം? എപ്പോഴും ബഹുമാനിക്കണം. ഓക്കെ, എസ്റ്റീം നീഡ്സ് എന്തൊക്കെയാണ്? റെസ്പെക്ട് ആൻഡ് റെക്കഗ്നേഷൻ അയാൾക്ക് കിട്ടണം. അയാൾക്ക് നന്നായിട്ട് ജോലി ചെയ്യുന്ന ആളാണെങ്കിൽ അതിനനുസരിച്ചുള്ള റെക്കഗ്നേഷൻ അയാൾക്ക് എന്ത് ചെയ്യണം? സ്ഥാപനത്തിൽ നമ്മൾ നൽകണം. ദെൻ നോക്കിയേ, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. ഗ്രോത്ത്, സെൽഫ് ഫുൾഫിൽമെന്റ്. എന്താണ്? ഗ്രോത്ത്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ് എന്ന് വെച്ചാൽ അയാൾ ആ സ്ഥാപനത്തിൽ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് നമ്മൾ പ്രൊമോഷനോ ട്രാൻസ്ഫർ ഒക്കെ കൊടുക്കുക. അതുപോലെ തന്നെ അയാളുടെ ആഗ്രഹം സെൽഫ് ഫുൾഫിൽമെന്റ്, അയാൾക്ക് ആഗ്രഹിച്ച അയാൾ എന്തൊക്കെയാണോ എക്സ്പെക്ട് ചെയ്യുന്നത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ ചെറിയ രീതിയിലെങ്കിലും നൽകുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ ഓർഗനൈസേഷൻ ഗോൾ അച്ചീവ് ചെയ്യാൻ അവരെ കൂടുതലായിട്ട് പ്രേരിപ്പിക്കും. അപ്പൊ നമ്മുടെ എന്തൊക്കെയാണ് നീഡ്സ്? ആ നീഡ്സ് ആദ്യം നോക്കുക. ഫിസിയോളജിക്കൽ നീഡ്, അതുപോലെ തന്നെ സേഫ്റ്റി നീഡ്, സോഷ്യൽ നീഡ്സ്, ദെൻ എന്താണ്? സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്, എസ്റ്റീം നീഡ്സ്. ഈ സാധനങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പോയിന്റ്സ് നിങ്ങൾ ആദ്യം പഠിച്ചു വെക്കുക. എന്തൊക്കെയാണ് നീഡ്സ് എന്നുള്ളത്? അതായത് മാസ്ലോന്റെ ഹയറാർക്കി നീഡ്സിലുള്ളതാണ് ഈ 5 നീഡ്സ് എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, അല്ലെങ്കിൽ സെക്യൂരിറ്റി നീഡ്സ്, സോഷ്യൽ നീഡ്സ്, എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അതില് ഫിസിയോളജിക്കൽ നീഡ്സിലാണ് നമ്മുടെ ഫുഡ്, ഷെൽട്ടർ കാര്യങ്ങളൊക്കെ വരുന്നത്, ക്ലോത്തിങ്. സേഫ്റ്റി നീഡ്സിൽ നമ്മുടെ സേഫ്റ്റി എന്തൊക്കെ വേണം? നമുക്ക് ആക്സിഡന്റ് എന്ന് വേണം, ഡിസീസസ് എന്ന് വേണം, ലൈവ്ലിഹുഡ് എന്ന് വേണം. ദെൻ എന്താണ്? സോഷ്യൽ നീഡ്സിൽ എന്താണ്? ലവ്, എഫെക്ഷൻ, ഫ്രണ്ട്ഷിപ്പ്. ദി എസ്റ്റീം നീഡ്സിലാണ് നമ്മുടെ റെസ്പെക്ട്, റെക്കഗ്നേഷൻ ഒക്കെ ആവശ്യം. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സിലാണ് ഗ്രോത്തും സെൽഫ് ഫുൾഫിൽമെന്റും നമുക്ക് ആവശ്യം. നെക്സ്റ്റ് നോക്കിയേ, ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എന്തൊക്കെയാ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാമല്ലോ. ഞാൻ പറഞ്ഞു എന്താ എക്സാമ്പിൾസ് വെച്ചിട്ടായിരിക്കും നിങ്ങൾക്ക് അധികവും ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ ആ എക്സാമ്പിൾസ് നിങ്ങൾ എന്ത് ചെയ്യണം? അതിന്റെ ഏതാണ് നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾ കറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം? സൂക്ഷ്മമായിട്ട്, സൂക്ഷ്മദർശിനി എന്നൊക്കെ പറയുന്നത് സൂക്ഷ്മമായിട്ട് നോക്കി, അല്ലെങ്കിൽ ഒരു പ്രാവശ്യം വായിച്ചു നോക്കുക, അല്ലെങ്കിൽ വായിച്ചു നോക്കി വീണ്ടും വായിച്ചു നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? കറക്റ്റ് എന്ത് ചെയ്യുക? എന്താണ് നമ്മളോട് ചോദിക്കുന്നതെന്ന് കൃത്യമായിട്ട് ആ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. ഇങ്ങനെ വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ അത് പേടിച്ചിരിക്കണ്ട. അത് ചിലപ്പോൾ എന്താ വലിയ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ചെറിയൊരു കാര്യമായിരിക്കും നമ്മളോട് ചോദിച്ചിട്ടുണ്ടാവുക. കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? വായിച്ച് മനസ്സിലാക്കി. നോക്കിയേ, റഹീം വാസ് വർക്കിംഗ് ഇൻ ആൻ എന്റർപ്രൈസ് ഓൺ എ ഡെയിലി വേജ് ബേസിസ്. റഹീം എന്താണ്? ഡെയിലി വേജ് ബേസിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇറ്റ് ഈസ് എ ഡിഫിക്കൽട്ട് ഫോർ ഹിം ടു ഫുൾഫിൽ ദ ബേസിക് നീഡ്സ് ഓഫ് ഹിസ് ഫാമിലി. പക്ഷെ അദ്ദേഹത്തിന്റെ ഡെയിലി ലൈഫില് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ഡെയിലി ഫാമിലി ലൈഫിലുള്ള കാര്യങ്ങൾ ഫുൾഫിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഹിസ് ഡോട്ടേഴ്സ് ഫെൽ ഇൽ. അദ്ദേഹത്തിന്റെ ഡോക്ടർ എന്താണ്? മകൾക്ക് എന്താണ്? രോഗം വന്ന സമയത്ത് he had no money for his daughter's treatment. അദ്ദേഹത്തിന് എന്തില്ല? മകളെ ചികിത്സിക്കാനുള്ള പൈസ ഇല്ല. നിങ്ങൾ ഇങ്ങനെ ഓരോ സെന്റൻസ് വായിച്ചു നോക്കാം. അത് വലുത് കാണുമ്പോൾ അത് അങ്ങോട്ട് വിട്ടുപോകരുത്. അങ്ങനെ വായിച്ച് മനസ്സിലാക്കി പോകുമ്പോൾ നിങ്ങൾക്ക് ആൻസർ നിങ്ങളുടെ മുന്നിലേക്ക് എത്തും. നോക്കിയേ, മുന്നിലേക്ക് എത്താന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഓർമ്മ വരും. ടു മീറ്റ് ദ എക്സ്പെൻസസ് he participated in a
സൈക്കിൾ റേസ് എന്താണ് he meet expenses he participated in a cycle race and won the prize money അദ്ദേഹം എന്ത് ചെയ്തു ഒരു സൈക്കിൾ റേസിൽ പങ്കെടുത്തിട്ട് അദ്ദേഹത്തിന്റെ ആ പ്രൈസ് മണി അദ്ദേഹം വിൻ ചെയ്തു എന്നാണ് പറയുന്നത് the cycle company offered him a permanent pensionable job which he happily accepted എന്താണ് അദ്ദേഹം ആ സൈക്കിൾ റേസ് കണ്ടക്ട് ചെയ്തത് എന്താണ് ഒരു കമ്പനിയാണ് ആ കമ്പനി അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് പെൻഷനബിൾ ജോബ് പെൻഷനോട് കൂടിയിട്ടുള്ള ഒരു ജോബ് അയാൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട് ഓഫർ ചെയ്തിട്ടുണ്ട് then നോക്കിയേ ക്വസ്റ്റ്യൻ എന്താണ് ഐഡന്റിഫൈ ദ നീഡ്സ് ഓഫ് റഹീം ദാറ്റ് ആർ സാറ്റിസ്ഫൈഡ് ബൈ ദ ഓഫേഴ്സ് ഓഫ് ദ സൈക്കിൾ കമ്പനി then ഇനി നമുക്ക് എന്ത് ചെയ്യാം അടുത്തത് നോക്കാം അടുത്തെന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോളിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു ഇനി നമുക്ക് എന്താണ് കൺട്രോളിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ടാർഗറ്റ്സ് കൺട്രോളിംഗ് ആണ് നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് കൺട്രോളിംഗ് ആണ് നമ്മളെ ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നത് ഹെൽപ്പ് ഇൻ ടേക്കിംഗ് എന്താണ് കറക്റ്റീവ് ആക്ഷൻ ഓൺ ടൈം ഒരു ആക്ഷൻ കറക്റ്റ് ആയ ടൈമിൽ നടപ്പിലാക്കാൻ നമ്മളെ സഹായിക്കുന്ന എന്താണ് കൺട്രോളിംഗ് ആണ് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എംപ്ലോയീസ് പെർഫോമൻസ് അതായത് എംപ്ലോയീസ് എല്ലാവരും കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ അവരെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് മെഷർ ചെയ്യുന്നത് ഏതിലൂടെയാണ് കൺട്രോളിങ്ങിലൂടെ അതിലേക്ക് സഹായിക്കും എന്നാണ് പറയുന്നത് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് എംപ്ലോയീസ് പെർഫോമൻസ് ദെൻ എന്താണ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ബെറ്റർ കോർഡിനേഷൻ വേണമെങ്കിൽ അവരെന്ത് ചെയ്യണം എംപ്ലോയീസിന്റെ ഇടയിൽ ഒരു കോർഡിനേഷൻ വേണമെങ്കിൽ അവരെ നമ്മൾ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകണം അപ്പൊ കൺട്രോളിംഗ് കോർഡിനേഷനിലേക്ക് നയിക്കും നോക്കിയേ ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ബെറ്റർ കോർഡിനേഷൻ ദെൻ ഹെൽപ്സ് ഇൻ മിനിമൈസിങ് എറേഴ്സ് ഈ കൃത്യമായ ഒരു കൺട്രോൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എറേഴ്സ് എന്താണ് കുറെ ഉണ്ടാവുന്ന തെറ്റുകളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറെ കുറയ്ക്കാൻ പറ്റും ജസ്റ്റ് നോക്കിയേ ഇനി ഹെൽപ്സ് ഇൻ ബെറ്റർ പ്ലാനിങ് നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കും കൺട്രോളിംഗ് സഹായിക്കും ഹെൽപ്സ് ഇൻ പ്ലാനിങ് കൃത്യമായി കൺട്രോളിംഗ് ഉണ്ടെങ്കിൽ കൃത്യമായി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നന്നായിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും ദെൻ എന്താണ് സിംപ്ലിഫൈ സൂപ്പർവിഷൻ ഒരു കൺട്രോളിംഗ് കൃത്യമായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം സൂപ്പർവൈസർക്ക് സൂപ്പർവിഷൻ എന്ത് ചെയ്യാൻ പറ്റും ആ സിംപ്ലിഫൈ ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും അപ്പൊ എന്തൊക്കെയാണ് ഇമ്പോർട്ടൻസ് ഓഫ് കൺട്രോൾ ഇറ്റ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ദ ടാർഗറ്റ് ഹെൽപ്സ് ഇൻ ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ ഓൺ ടൈമിന് ആക്ഷൻ എടുക്കാൻ സഹായിക്കും ദെൻ എന്താണ് ഹെൽപ്സ് ഇൻ മോണിറ്ററിംഗ് ആൻഡ് ഇംപ്രൂവിംഗ് ദ എംപ്ലോയീസ് പെർഫോമൻസ് കറക്റ്റ് ആയിട്ട് എംപ്ലോയീസിന്റെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ സാധിക്കും ഇനി എന്താണ് ഹെൽപ്സ് ഇൻ അച്ചീവിംഗ് ബെറ്റർ കോർഡിനേഷൻ ബെറ്റർ ആയിട്ട് അച്ചീവ് ചെയ്യാൻ നമ്മളെ അത് സഹായിക്കുന്നുണ്ട് ദെൻ എന്താണ് ഹെൽപ്സ് ഇൻ മിനിമൈസിങ് എറേഴ്സ് മിനിമൈസ് ചെയ്യാൻ സഹായിക്കും ഹെൽപ്സ് ഇൻ ബെറ്റർ ആയിട്ട് പ്ലാനിങ് ചെയ്യാൻ സഹായിക്കും സിംപ്ലിഫൈ സൂപ്പർവിഷൻ എന്താണ് സിംപ്ലിഫൈ ചെയ്യും ദെൻ നോക്കിയേ പ്രോസസ് ഓഫ് കൺട്രോളിന്റെ പ്രോസസ് എന്താണ് കൺട്രോളിംഗ് പഠിച്ചു കൺട്രോളിങ്ങിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിച്ചു ദെൻ എന്താണ് ഇമ്പോർട്ടൻസ് പഠിച്ചു ഇനിയിപ്പോ നമ്മൾ എന്താണ് പ്രോസസ് ഓഫ് കൺട്രോൾ എന്തൊക്കെയാണെന്ന് നോക്കാം എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആദ്യം കൺട്രോൾ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും ഒരു സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും സ്റ്റാൻഡേർഡ്സ് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമ്മൾ എന്ത് ചെയ്യും ഒന്ന് സെറ്റ് ചെയ്ത് വെക്കും സ്റ്റാൻഡേർഡ്സ് ക്രിയേറ്റ് ചെയ്യും ഇനി മെഷർമെന്റ് ഓഫ് പെർഫോമൻസ് നമ്മൾ എന്ത് ചെയ്യും ഓരോ പെർഫോമൻസ് ഒക്കെ എന്ത് ചെയ്യും മെഷർ ചെയ്യും ദെൻ എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുക എവിടേക്കാണ് കൺട്രോൾ വേണ്ടതെന്നൊക്കെ കണ്ടെത്തുക ഇനി ഓക്കെ കമ്പാരിസൺ ഓഫ് പെർഫോമൻസ് വിത്ത് സ്റ്റാൻഡേർഡ്സ് എന്നിട്ട് എന്ത് ചെയ്യും നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഓരോ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും വർക്കേഴ്സ് ഇന്ന രീതിയിൽ ഇന്ന ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആഴ്ച കൊണ്ട് ഇന്ന മന്ത് കൊണ്ട് ഇത്ര അച്ചീവ് ചെയ്യണം എന്നുള്ള അവരുടെ സ്റ്റാൻഡേർഡ് ഉണ്ടായിരിക്കും ഇനി എന്നിട്ട് അവരുടെ ആ മന്ദത്തെ എന്ത് ചെയ്യും പെർഫോമൻസും കൂടി അനലൈസ് ചെയ്യും എന്നിട്ട് ഇത് രണ്ടും കൂടി കമ്പയർ ചെയ്തിട്ട് എന്ത് ചെയ്യും അവർ കൃത്യമായിട്ടാണോ എന്നുള്ളത് ഒരു കമ്പാരിസൺ നമ്മൾ നടത്തി നോക്കും ദെൻ എന്താണ് ഡിറ്റക്ടിങ് ദ റീസൺ ഫോർ ഡീവിയേഷൻ ഇനിയിപ്പം നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാൻഡേർഡും നമ്മുടെ പെർഫോമൻസും കൂടി നോക്കിയിട്ട് അതിൽ എന്തെങ്കിലും ഡീവിയേഷൻ എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യും നോക്കും ദെൻ എന്താണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക അതിനനുസരിച്ച് നമ്മളെ ആക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകുക അപ്പൊ എന്തൊക്കെയാണ് നോക്കിയേ പ്രോസസ് ഓഫ് കൺട്രോളിംഗിൽ വരുന്ന എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് സ്റ്റാൻഡേർഡ്സ് ആദ്യം നമ്മൾ സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്യും ദെൻ എന്താണ് നമ്മുടെ പെർഫോമൻസ് നോക്കും പെർഫോമൻസ് മെഷർ ചെയ്തിട്ട് അത് രണ്ടും കൂടി എന്ത് ചെയ്യും ആദ്യം പിന്നെ എന്ത് ചെയ്യും കമ്പാരിസൺ നടത്തി കഴിഞ്ഞാൽ ഒബ്വിയസ്ലി എന്താ പറ്റും എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ ഡീവിയേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അത് കണ്ടെത്താനും അത് റാക്ടിഫൈ ചെയ്യാനും നോക്കും ദെൻ എന്താണ് ടേക്കിംഗ് കറക്റ്റീവ് ആക്ഷൻ അവിടെയാണ് നമുക്ക് എന്ത് ചെയ്യുന്നത് റാക്ടിഫൈ ചെയ്യുന്നത് അവിടെ എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയെടുക്കുന്നത് ദെൻ നോക്കിയേ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ് ആൻഡ് കൺട്രോളിങ് എന്താണ് പ്ലാനിങ്ങും കൺട്രോളിങ്ങും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഞാൻ പറഞ്ഞു കൃത്യമായ പ്ലാനിങ് ഉണ്ടെങ്കിൽ പ്ലാനിങ് ആണ് കൺട്രോളിങ്ങിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അവർ തമ്മിൽ എന്തുണ്ടായിരിക്കും കൃത്യമായ ഒരു അല്ലെങ്കിൽ ഒരു നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടായിരിക്കില്ല അതെന്താണ് നമുക്ക് നോക്കാം എന്താണ് പ്ലാനിങ് ഫിക്സസ് ദ ഗോൾസ് ടു ബി അച്ചീവ്ഡ് പ്ലാനിങ് ആണ് എന്ത് അച്ചീവ് ചെയ്യേണ്ട ഗോൾസ് എന്താണെന്ന് ഫിക്സ് ചെയ്യുന്നത് ദെൻ എന്താണ് കൺട്രോളിംഗ് ഈസ് ചെക്സ് ദ ആക്ച്വൽ പെർഫോമൻസ് നമ്മൾ പ്ലാനിങ്ങിന് നമ്മൾ
ഗോൾസ് ഫിക്സ് ചെയ്യും. അത് കൃത്യമായിട്ട് നടക്കുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ് ഇവിടെ കൺട്രോളിംഗ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കിയേ, പ്ലാനിംഗ് ഫിക്സസ് ദ ഗോൾസ് ടു ബി അച്ചീവ്ഡ്, കൺട്രോളിംഗ് ചെക്സ് ദ ആക്ച്വൽ പെർഫോമൻസ്. ദെൻ എന്താണ്, പ്ലാനിംഗ് ഈസ് സെറ്റ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ. പ്ലാനിംഗ് എന്താണ്, കോഴ്സ് ഓഫ് ആക്ഷൻ സെറ്റ് ചെയ്യാണ്. എന്നാൽ കൺട്രോൾ കംപ്രൈസസ് ദ പ്ലാൻഡ് കോഴ്സ്. ആ പ്ലാൻഡ് കോഴ്സ്, അതായത് നമ്മൾ കോഴ്സ് പ്ലാൻ ചെയ്ത് വെക്കും, അവിടെ എന്താണ് അതിന്റെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കും. അത് എന്ത് ചെയ്യും, കമ്പയർ ചെയ്ത് നോക്കുന്നതാണ് പ്ലാനിങ്. കൺട്രോൾ കംപ്രൈസസ് ദ പ്ലാൻഡ് കോഴ്സ്. ആ പ്ലാൻഡ് കോഴ്സിനെ കമ്പയർഡ് ചെയ്യുന്നതാണ് ഇതെന്ന് പറയുന്നത് കൺട്രോൾ എന്ന് പറയുന്നത്. അപ്പൊ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ പ്ലാനിങ്ങിൽ 2 പോയിന്റ്സ് ആണ്, നിങ്ങൾക്ക് അറിയുന്ന പോയിന്റ്സ് ആണ്. പ്ലാനിങ് ഫിക്സ് ചെയ്യുന്നു, നമ്മൾ എന്ത് ചെയ്യും, അത് ആ പ്രോസസ് ഒക്കെ ചെക്ക് ചെയ്യുന്നതാണ് കൺട്രോളിംഗ് എന്ന് പറയുന്നത്. എന്നാൽ മാത്രമാണ് നമുക്ക് അത് മെഷേഴ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ, കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. ഇനി പ്ലാനിങ് സെറ്റ് ദ കോഴ്സ് ഓഫ് ആക്ഷൻ, കൺട്രോൾ കംപ്ലൈസസ് ദ പ്ലാൻ. ദെൻ നോക്കിയേ, ദെൻ നമ്മുടെ 10ാമത്തെ ചാപ്റ്റർ. ദെൻ നമുക്ക് ഇനി അടുത്തെടുക്കാനുള്ളത് ഏതാണ്, 10ാമത്തെ ചാപ്റ്റർ. 10ാമത്തെ ചാപ്റ്റർ ഏതാണ്, ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ്. ഫിനാൻഷ്യൽ പ്ലാനിങ് ആൻഡ് മാനേജ്മെന്റ് എന്നുള്ള 10ാമത്തെ ചാപ്റ്റർ. ഫിനാൻഷ്യൽ മാനേജ്മെന്റ്, നമ്മൾ മാനേജ്മെന്റ് സാധാ മാനേജ്മെന്റ് പഠിച്ചു നമ്മുടെ ഫാമിന്റെ. ഇനി ഫിനാൻഷ്യലി, ധനപരമായിട്ടുള്ള ഫേമിൽ എന്തുണ്ട്, ധനപരമായ കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫിനാൻഷ്യലി ഉള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയൊക്കെയാണ് മാനേജ് ചെയ്യുന്നത്, ഏതൊക്കെ വഴിയിലൂടെയാണ്, എങ്ങനെയൊക്കെയാണ് അത് എടുക്കുന്ന മെഷേഴ്സ്, എന്തൊക്കെ കാര്യങ്ങളാണ് എന്നുള്ളതാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ നോക്കിയാലോ നമുക്ക് എന്തൊക്കെയാണെന്ന്. ഫിനാൻഷ്യൽ പ്ലാനിങ് ദേ കിടക്കുന്നു. ഇവിടെ എന്തുണ്ട്, നമുക്ക് പ്ലാനിങ് ഉണ്ട്. ഇവിടെ എന്തുണ്ട്, പ്ലാനിങ് ഉണ്ട്. ഫിനാൻഷ്യൽ പ്ലാനിങ്, സാധാ പ്ലാനിങ് നമ്മൾ പഠിച്ചു. എന്ത് ചെയ്യുക, ഗോൾസിനനുസരിച്ച് സെറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യുക, കൃത്യമായി എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എവിടെ ചെയ്യണം എന്നൊക്കെ സെറ്റ് ചെയ്യുന്നത്. ഇനി എന്താണ് ഇവിടെ, ഫിനാൻഷ്യൽ പ്ലാനിങ് ആണ്. നോക്കൂ എന്താണെന്ന്. ഫിനാൻഷ്യൽ പ്ലാനിങ് ഡീൽസ് വിത്ത് framing of financial policies in relation to procurement of fund, investment of those funds and administration of funds of a business enterprise achieving the objective. അപ്പൊ എന്താന്ന് ഒന്നും കൂടി നോക്കിയാലോ. ഇതിങ്ങനെ നോക്കുമ്പോൾ എന്താന്ന് മനസ്സിലാവില്ല അല്ലെ. നോക്കാം, അപ്പൊ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഫിനാൻഷ്യൽ പ്ലാനിങ് ഡീൽസ് വിത്ത് ഫ്രെയിമിംഗ്. ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് വെച്ചാൽ എന്താ, ഒരു ഫ്രെയിം വർക്ക്. എന്താണ് ഫ്രെയിം ചെയ്യുന്നത്, ഫിനാൻഷ്യൽ പോളിസീസ്. എന്താണ്, ഫിനാൻഷ്യൽ പോളിസീസ് ആണ് അവിടെ നമ്മൾ ഫ്രെയിം ചെയ്യുന്നത്. ഇൻ റിലേഷൻ ടു പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സിന്റെ ലഭ്യതയ്ക്ക് അനുസരിച്ചും ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദിസ് ഫണ്ട്, ആ ഫണ്ട്സ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന കാര്യങ്ങളും, അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഫണ്ട്, ആ ഫണ്ടിന്റെ കൃത്യമായ അഡ്മിനിസ്ട്രേഷൻ കാര്യങ്ങളും, ബിസിനസ് എന്റർപ്രൈസ് ടു അച്ചീവ് ഒബ്ജക്റ്റീവ്. അതായത് നമ്മുടെ ബിസിനസ് ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫണ്ടുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുന്നതിനെയാണ് എന്തെന്ന് പറയുന്നത്, ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഫിനാൻഷ്യൽ പ്ലാനിങ് ഡീൽസ് വിത്ത് ഫ്രെയിം ചെയ്യാണ്. ഫിനാൻഷ്യൽ പോളിസീസ്, നമ്മൾ ഫിനാൻഷ്യൽ പോളിസീസ് ആണ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ പോളിസീസ് എന്തെയും ഫ്രെയിം ചെയ്യും. ദെൻ എന്താണ്, റിലേഷൻ ടു ദ പ്രൊക്യൂർമെന്റ് ഓഫ് ഫണ്ട്സ്, ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ദിസ് ഫണ്ട്സ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ഫണ്ട്സ് ഇൻ ബിസിനസ് എന്റർപ്രൈസ് ആൻഡ് എന്താണ്, അച്ചീവ് ദ ഒബ്ജക്റ്റീവ്. എന്തായാലും എന്തുണ്ടാവും, ഒബ്ജക്റ്റീവ് അച്ചീവ് ഉണ്ടാവും. അതിന് വേണ്ടിയിട്ട് ഒരു ഫ്രെയിം വർക്ക് ആണ് ഇവിടെ. എന്താണ്, ഫിനാൻഷ്യലി ആ കാര്യങ്ങളൊക്കെ ഫ്രെയിം ചെയ്ത് വെക്കുകയാണ് ഫിനാൻഷ്യൽ പോളിസീസിലൂടെ. നോക്കിയേ, ദെൻ നോക്കിയേ അടുത്ത എന്താണ്, ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്. ഞാൻ പറഞ്ഞു ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് എന്തായിരിക്കും അടുത്തുണ്ടാവുക, ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ ഫീച്ചേഴ്സ്. നോക്കിയേ, ഇമ്പോർട്ടൻസ് ഓഫ് ഫിനാൻഷ്യൽ പ്ലാനിങ്ങിന്റെ ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണ് നോക്കൂ. ഇറ്റ് ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ആക്യുറേറ്റ് റിക്വയർമെന്റ്സ് ഓഫ് ഫണ്ട്. നമുക്ക് എന്ത് ചെയ്യും, ഫിനാൻഷ്യൽ പ്ലാനിങ് നടത്തിയാൽ എവിടെ നിന്നൊക്കെ ആക്യുറേറ്റ് ആയിട്ട് നമുക്ക് കൃത്യമായ രീതിയിൽ ഫണ്ട്സ് കിട്ടുമെന്ന് കണക്കാക്കാൻ പറ്റും. എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഒരു ഫണ്ട് കൃത്യമായി എങ്ങനെയൊക്കെ ഏതൊക്കെ രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുമെന്നും സഹായിക്കും. ഇറ്റ് ട്രൈസ് ടു അവോയ്ഡ് ദ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ആൻഡ് സർപ്ലസ് ഓഫ് ദ ഫണ്ട്. കൃത്യമായ ഫണ്ടും കാര്യങ്ങളും നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ ഷോർട്ടേജ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കുറയ്ക്കാൻ പറ്റും. ദെൻ എന്താണ്, ഇറ്റ് ആക്ട്സ് എ ബേസിസ് ടു കൺട്രോൾ ദ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഒരു ഓർഗനൈസേഷനിലെ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് കൃത്യമായിട്ട് അത് എന്ത് ചെയ്യാൻ പറ്റും, കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നയിക്കാൻ നമുക്ക് സാധിക്കും. ദെൻ എന്താണ്, ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് ദ അൺഫോർസീൻ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ ഇൻ ദ ബിസിനസ്. നമ്മൾ ഈ പ്ലാനിങ് നടത്തുമ്പോൾ നമ്മൾ അറിയാതെ പോകുന്ന എന്തെങ്കിലും മേഖലയിൽ നമുക്ക് ഫണ്ട് എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് കണ്ടെത്താനും നമ്മൾ എന്ത് സഹായിക്കും, ഫിനാൻഷ്യൽ പ്ലാനിങ് നമ്മളെ സഹായിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ദെൻ എന്താണ്,
It facilitates the developing a sound capital structure which gives maximum returns of shareholders. Facilitate developing a sound capital structure. നമുക്ക് എന്താണ് ഒരു സൗണ്ട് ക്യാപിറ്റൽ സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യാൻ നമ്മൾ എന്ത് സഹായിക്കും? ഫിനാൻഷ്യൽ പ്ലാനിങ് സഹായിക്കും. ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോക്കുക ചോദിക്കും. എന്തൊക്കെയാണ്? ഹെൽപ്സ് ടു എസ്റ്റിമേറ്റ് ആക്യുറേറ്റ് റിക്വയർമെന്റ്സ് ഓഫ് ഫണ്ട്. റിക്വയർമെന്റ്സ് ഓഫ് ഫണ്ടിന്റെ ആവശ്യകത എവിടേക്കാണ്, ഏതൊക്കെ മേഖലയിലാണ് എന്നൊക്കെ കണ്ടെത്താൻ സഹായിക്കും. ഇനി എന്താണ്? ഇറ്റ് ഹെൽപ്സ് ടു പ്രോപ്പർ യൂട്ടിലൈസേഷൻ ഓഫ് ഫണ്ട്. ഫണ്ട് കൃത്യമായി യൂട്ടിലൈസ് ചെയ്യാൻ പ്ലാനിങ് നമ്മളെ സഹായിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഓരോ കാര്യത്തിലും സ്റ്റാഫിങ്ങിന്റെ പ്ലാനിങ്ങിലായിരിക്കും, സാധാ പ്ലാനിങ്ങിലായിരിക്കും, നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് ആ ടേംസ് അവിടെ സ്റ്റാഫിങ്ങിന്റെ പ്ലാനിങ് ആവുമ്പോൾ സ്റ്റാഫ്സുമായി ബന്ധപ്പെട്ടിട്ട് അവിടെ സ്റ്റാഫായിട്ട് മാറും. ഇനി ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലാണെങ്കിൽ ഫണ്ട് കാര്യങ്ങളൊക്കെ ആയിട്ട് മാറും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ഇറ്റ് ട്രൈസ് ടു അവോയ്ഡ് ദ ഷോർട്ടേജ് ഓഫ് ഫണ്ട് ആൻഡ് സർപ്ലസ് ഓഫ് ഫണ്ട്. ദെൻ എന്താണ്? ഇറ്റ് ആക്ട് ആസ് എ ബേസിസ് കൺട്രോൾ ഫിനാൻഷ്യൽ ആക്ടിവിറ്റീസ് ഓഫ് എൻ ഓർഗനൈസേഷൻ. ഇനി ഇറ്റ് ഹെൽപ്സ് ടു ഫേസ് അൺഫോർസിൻ ഫിനാൻഷ്യൽ സിറ്റുവേഷൻ. നമ്മൾ കാണാതെ പോയിട്ടുള്ള തെറ്റുകളൊക്കെ അല്ലെങ്കിൽ എവിടെയെങ്കിലും ലോസ് ഉണ്ടെങ്കിൽ അത് കണ്ടെത്താൻ സഹായിക്കും. ഇറ്റ് ഫെസിലിറ്റേറ്റ് in developing sound capital structure which give maximum returns of shareholders. ഷെയർഹോൾഡേഴ്സിന് മാക്സിമം റിട്ടേൺസ് കിട്ടുന്ന ക്യാപിറ്റൽ സ്ട്രക്ചർ ഏതാണെന്ന് കണ്ടെത്താനും അതിനൊക്കെ നമ്മൾ എന്ത് സഹായിക്കും? ഫിനാൻഷ്യൽ പ്ലാനിങ് സഹായിക്കും. ദെൻ എന്താണ്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ. നമ്മുടെ വർക്കിംഗ് ക്യാപിറ്റലിനെ വർക്കിംഗ് ക്യാപിറ്റലിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? വർക്കിംഗ് ക്യാപിറ്റൽ അറിയാലോ, മൂലധനം. എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ബിസിനസിന്റെ നേച്ചർ. ദെൻ എന്താണ്? പൊസിഷൻ ഓഫ് ദ ബിസിനസ് സൈക്കിളിന്റെ പൊസിഷൻ, ക്രെഡിറ്റ് ടേം ഓഫ് ദ കസ്റ്റമേഴ്സിന്റെ ക്രെഡിറ്റ് ടേംസ്, പ്രൊഡക്ഷൻ പോളിസീസ്, കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ്, ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് പ്രോഗ്രാംസിന്റെ ഗ്രോത്തും എക്സ്പാൻഷനും, പ്രോഫിറ്റ് ലെവൽ, എന്താണ് ലാഭത്തിന്റെ ലെവൽ എങ്ങനെയൊക്കെയാണ് നോക്കും, ടാക്സേഷൻ, അങ്ങനെയൊക്കെയാണ് ടാക്സിന്റെ കാര്യങ്ങൾ എന്നൊക്കെ നോക്കും. അപ്പൊ ഇതാണ് എന്തെന്ന് പറയുന്നത്? ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. വർക്കിംഗ് ക്യാപിറ്റൽ ഫാക്ടേഴ്സ്. നിങ്ങൾ ഈ പോയിന്റ്സ് കൃത്യമായിട്ട് ഇത്രയും പോയിന്റ്സ് എന്ത് ചെയ്യുക? നിങ്ങൾ ഓർത്ത് വെക്കുക. ഇത്രയും പോയിന്റ്സ് നിങ്ങൾ എന്ത് ചെയ്യാം? ഓർത്ത് വെക്കുക. മിനിമം നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഷോർട്ട് അതായത് ഇപ്പൊ എന്താ? പ്രോഫിറ്റ് ലെവൽ, taxation, nature of business, position of business cycles, production policies. ഇതൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്ന ചെറിയ പോയിന്റ്സ്. അപ്പൊ ചെറിയ പോയിന്റ്സ് എന്ത് ചെയ്യാം? നിങ്ങൾ ആദ്യം ഒന്ന് പഠിച്ചു വെക്കുക. നോക്കി ഏതൊക്കെയാ? നേച്ചർ ഓഫ് ബിസിനസ്. അപ്പൊ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് വർക്കിംഗ് ക്യാപിറ്റൽ എന്തൊക്കെയാ വരുന്നത്? ഏതൊക്കെ ഫാക്ടേഴ്സ് വരുന്നത്? നേച്ചർ ഓഫ് ബിസിനസിന്റെ സ്വഭാവം, പൊസിഷൻ ഓഫ് ബിസിനസ് സൈക്കിൾ, ക്രെഡിറ്റ് ടേംസ് ടു കസ്റ്റമേഴ്സ്, ദെൻ എന്താണ്? പ്രൊഡക്ഷൻ പോളിസീസ് എഫക്ട് ചെയ്യും, കോമ്പറ്റേറ്റീവ് കണ്ടീഷൻസ്, മത്സരപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കും. ഇനി ഗ്രോത്ത് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് പ്രോഗ്രാംസ്, പ്രോഫിറ്റ് ലെവൽ ആൻഡ് ടാക്സേഷൻ. ദെൻ നോക്കിയേ, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ ബ്ലാങ്ക് ആയിട്ട് ഒരു തന്നിട്ടുണ്ട്. എന്നിട്ട് എന്താ? ഇറ്റ് റെഫേഴ്സ് ടു ദ പ്ലാനിംഗ് റിഗാർഡിംഗ് ദ ഫിനാൻഷ്യൽ നീഡ്സ് ഓഫ് ദ എന്റർപ്രൈസ്, വേരിയസ് സോഴ്സസ് ഓഫ് റൈസിംഗ് ഫണ്ട് ആൻഡ് ദെയർ ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ. അതായത് ഫണ്ട് എങ്ങനെ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെക്ക് ചെയ്യുന്നത്, അല്ലെങ്കിൽ റെഫേഴ്സ് ടു പ്ലാനിങ് ചെയ്ത് വെക്കുക. അപ്പൊ പ്ലാനിങ് എന്ന് കണ്ടേ, ഫിനാൻഷ്യൽ നീഡ്സും ഫിനാൻഷ്യൽ കാര്യങ്ങളും കണ്ടേ. അപ്പൊ എന്തായിരിക്കും അതിന്റെ ആൻസർ വരാ? ഓർത്ത് നോക്കി, എന്തായിരിക്കും? ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെയായിരിക്കും വരാ. ഏതായിരിക്കും? ഫിനാൻഷ്യൽ പ്ലാനിങ് തന്നെയായിരിക്കും അതിന്റെ ആൻസർ വരാ. പ്ലാനിങ്ങും കണ്ടു, അതുപോലെ തന്നെ എന്താണ്? റിഗാർഡിംഗ് ഫിനാൻഷ്യൽ നീഡ്സ് ടു ദ എന്റർപ്രൈസ്, വേരിയസ് സോഴ്സ് ഓഫ് റൈസിംഗ് ഫണ്ട്, ഫിനാൻഷ്യൽ നീഡ്സ്, ഇതൊക്കെ കണ്ടു. കൂടാതെ ഒരു പ്ലാനിങ്ങും കൂടി കണ്ടു. അപ്പൊ അതിന്റെ ആൻസർ എന്തായിരിക്കും? ഫിനാൻഷ്യൽ പ്ലാനിങ് ആയിരിക്കും. ദെൻ ഒന്ന് വായിച്ചു നോക്കി നിങ്ങൾ ഒന്നും കൂടി. ഫിനാൻഷ്യൽ പ്ലാനിങ് റെഫേഴ്സ് ടു, അപ്പൊ കിട്ടുന്നില്ലേ? ഫിനാൻഷ്യൽ പ്ലാനിങ് റെഫേഴ്സ് ടു ദ പ്ലാനിങ് regarding the financial needs of the enterprise, various sources of rising fund and their optimum utilization. ഇനി നോക്കിയേ, നെക്സ്റ്റ് എന്താണ്? Name the process that enables the management to foresee the fund requirements, both quantum as well as the timing. എന്താണ്? നമുക്ക് ആവശ്യമായിട്ടുള്ള ക്വാണ്ടിറ്റിയിൽ അതുപോലെ തന്നെ ടൈമിങ്ങിൽ നമുക്ക് എന്താണ്? നമ്മുടെ ഫിനാൻഷ്യൽ ഫണ്ട് കൃത്യമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കുന്നത് ഏതിലൂടെയാണ്? ഫിനാൻഷ്യൽ പ്ലാനിങ്ങിലൂടെയാണ്. Then നോക്കിയേ, it is the essential that preparation of a financial blueprint of an organization future operation, identify the related concept. അതായത് നമ്മൾ ഫണ്ടിനെ കുറിച്ച് ഒരു ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക. ഈ ബ്ലൂ പ്രിന്റ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ തന്നെയാണ്? പ്ലാനിങ് അല്ലേ? ബ്ലൂ പ്രിന്റ് തയ്യാറാക്കുക, പ്ലാനിങ്, കൃത്യമായിട്ടുള്ള പ്ലാനിങ്. നിങ്ങളിപ്പം ഒരു സിനിമ അല്ലേ, എന്താ പറയുക, അടികപ്പേരെ കൂട്ടമണി, അതുപോലെ തന്നെ നമ്മുടെ വിജയന്റെ ഒരു സിനിമയിലൊക്കെ ഉണ്ട്, ബ്ലൂ പ്രിന്റ് തയ്യാറാക്കണം. ഒരു സാധനത്തിന് ഇറങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? കൃത്യമായ ഒരു ബ്ലൂ പ്രിന്റ് വേണം എന്ന് പറഞ്ഞിട്ട് താഴേക്കൊക്കെ നോക്കുന്ന ഒരു സീനൊക്കെ അല്ല, അതുപോലെ തന്നെയാണ് ഇത്. ഒരു ബ്ലൂ പ്രിന്റ് ആണ് എന്ത്? ഫിനാൻഷ്യൽ ഫണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ഫിനാൻഷ്യലി പരമായിട്ടുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് എന്ത് എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ്, മുൻകൂട്ടി കണക്കാക്കുക ബ്ലൂ പ്രിന്റ്. അപ്പൊ ബ്ലൂ പ്രിന്റ് എന്ന് വെച്ചാൽ ഉദ്ദേശിക്കുന്നത് എന്താ? ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പൊ ഈ 3 ക്വസ്റ്റ്യന്റെ ആൻസർ എന്താ കിടക്കുന്നത്? നമ്മുടെ ഫിനാൻഷ്യൽ പ്ലാനിങ്
പ്ലാനിങ് ആണ്. അപ്പൊ എന്താണ് നിങ്ങൾ ആലോചിച്ചേക്കാം, പ്ലാനിങ് എന്തിനെ കുറിച്ച്, ഫണ്ടിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, നീഡ്സും അതിന്റെ റിസോഴ്സസ് എവിടെയാണെന്നൊക്കെ കൃത്യമായ പ്ലാനിങ്ങിന് നമ്മൾ എന്ത് പറയും, ഫിനാൻഷ്യൽ വന്ന ഫിനാൻഷ്യൽ പ്ലാനിങ്. ഇനി നോക്കിയാൽ നെയിം ദ പ്രോസസ് എനേബിൾസ് ദ മാനേജ്മെന്റ് ടു ഫോർസീൻ റിക്വയർമെന്റ്സ് ഓഫ് ഫണ്ട്. ഫണ്ട് എവിടെയാണ്, ഇവിടുന്ന് കിട്ടും, ഏതൊക്കെ റിസോഴ്സസ് കിട്ടുന്നു മുൻകൂട്ടി കണക്കാക്കുന്നത് എന്ന് പറയും ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയും. പിന്നെ പറഞ്ഞു എന്തോ ഫിനാൻഷ്യൽ ബ്ലൂ പ്രിന്റ് ആണ് ഏതെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ പ്ലാനിങ് എന്ന് പറയുന്നത്. നോക്കിയേ, ഇനി നമുക്ക് എടുക്കാനുള്ളത് ഏതാണ്, 11ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമ്മളിപ്പോ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് പഠിച്ചില്ലേ, then അത് കണക്ട് ആയിട്ട് തന്നെയാണ് നമുക്ക് അടുത്തും പഠിക്കാനുള്ളത് ഏത്, ഷോർട്ട് ടേം ഷോർട്ട് ടേം സോഴ്സസ് ഓഫ് ഫിനാൻസ്. നമുക്ക് ഇവിടെ നിന്നൊക്കെയാണ് ഫിനാൻസ് കിട്ടുന്നത്, ഷോർട്ട് ടേം ഉണ്ട് ലോങ് ടേം ഉണ്ട്. അപ്പൊ അത് ഏതൊക്കെ കാര്യങ്ങളാണ്, എന്തൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് എന്നാണ് നമുക്ക് 11ാമത്തെ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പൊ നമ്മളിപ്പോ ഏതൊക്കെ ചാപ്റ്റേഴ്സ് എടുത്തതെന്ന് ഓർമ്മയുണ്ടോ, ഏതൊക്കെയാ, 8ാമത്തെ ചാപ്റ്റർ എടുത്തു, then 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കൺട്രോളിങ്, കോർഡിനേഷൻ ആൻഡ് കൺട്രോളിങ്, ദെൻ നമ്മുടെ 10ാമത്തെ ചാപ്റ്ററുള്ള ഫിനാൻഷ്യൽ മാനേജ്മെന്റിനെ കുറിച്ചുള്ള ചാപ്റ്ററും. ഈ 3 ചാപ്റ്റേഴ്സ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ നോക്കിയിട്ടുള്ളത്. ഏതൊക്കെ ക്വസ്റ്റ്യൻസ് എങ്ങനെയൊക്കെ വരും, സിമ്പിൾ ആയിട്ട് എങ്ങനെയൊക്കെ പഠിക്കാം, നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് നോക്കി വെക്കുക, ഓർത്ത് വെക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, പഠിക്കുക കൃത്യമായിട്ട്. നമ്മൾ ഇത്രയും ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് എന്താണ് ഓരോ ദിവസവും നമ്മൾ എക്സാം ഓറിയന്റഡ് ആയിട്ട് നിങ്ങൾക്ക് ലൈവ് ക്ലാസ്സസ് ഒക്കെ തരുന്നുണ്ട്. നിങ്ങൾ അതെന്താ മാക്സിമം എക്സാമിന് എവിടെ നിന്നൊക്കെ ഇൻഫോർമേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ടോ, എവിടെ നിന്നൊക്കെ നീഡ്സ്, യൂട്യൂബ് ക്ലാസ്സസ്, അതൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് യൂട്ടിലൈസ് ചെയ്യുക. നിങ്ങളുടെ എക്സാമിന് അത് നിങ്ങൾ എന്ത് ചെയ്യും, ഒരുപാട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എന്ത് ചെയ്യുക, അത് കേട്ടുകൊണ്ടേയിരിക്കുക. വർക്ക് ചെയ്യുന്നവരാണെങ്കിലും ഒക്കെ കൂടി നിങ്ങൾ ഈ ഇതിങ്ങനെ കേട്ടിരിക്കുക. പറ്റുമെങ്കിലും എന്ത് ചെയ്യുക, നിങ്ങൾ എന്തായാലും എന്ത് ചെയ്യുക, എക്സാമിന് പ്രിപ്പയർ ചെയ്യല്ലേ. ഈ ക്ലാസ് നിങ്ങൾ വീട്ടിൽ നിന്നൊക്കെയാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് നോട്ട് ചെയ്യാനും ശ്രമിക്കാം. കേൾക്കുകയും നോട്ട് ചെയ്യുകയും ഒക്കെ ചെയ്യുമ്പോൾ എന്താണ്, നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാമിന് ഇതൊക്കെ നമുക്ക് കൃത്യമായ ഓർമ്മ വരും. നിങ്ങളിത് റീകളക്ട് ചെയ്യാൻ മാക്സിമം നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, റീകളക്ട് ചെയ്യാൻ ശ്രമിക്കുക. അപ്പം നമ്മുടെ ബിസിനസ് സ്റ്റഡീസിന്റെ ലൈവ് ക്ലാസ് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ 4ാമത്തെ ക്ലാസ് നമ്മുടെ ലൈവ് ക്ലാസ് ആയിരുന്നു, അത് കഴിഞ്ഞിട്ടുണ്ട്. ദെൻ നമുക്ക് അടുത്ത ക്ലാസ്സുമായിട്ട് നെക്സ്റ്റ് ഡേ കാണാം. നമുക്ക് നെക്സ്റ്റ് ലൈവ് ആരുടെയാണ്, നമ്മുടെ അക്കൗണ്ടൻസിയാണ് നമുക്ക് അടുത്തതായിട്ട് ക്ലാസ് ആയിട്ട് കിട്ടുന്നത്, ലൈവ് ക്ലാസ് ആയിട്ട് വരുന്നത്. അപ്പൊ അക്കൗണ്ടൻസിന്റെ സാറ് നിങ്ങൾക്ക് അടുത്ത ക്ലാസ് എടുക്കുന്നതായിരിക്കും. ദെൻ സീ യു, ബൈ. വെൽക്കം ബാക്ക് ടു നാറ്റമി. എല്ലാ വിദ്യാർത്ഥികൾക്കും നാറ്റമിയിലോട്ട് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടൻസിയിലെ മറ്റൊരു ഭാഗം കൂടിയാണ്. അപ്പോൾ നമ്മളുടെ എക്സാം ഓറിയന്റേഷൻ ക്ലാസ്സിന്റെ ഈ ഒരു ലൈവ് സീരീസിന്റെ അക്കൗണ്ടൻസിയിലെ 4ാമത്തെ ക്ലാസ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്തു. നമ്മൾ അക്കൗണ്ടിങ്ങിന്റെ ബേസിക് നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ക്ലാസ്സിൽ. അതിനുശേഷം നമ്മൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് സോൾ കോർപ്പറേഷൻസിന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. ശേഷം നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി നമ്മൾ ഇന്നത്തെ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്, ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ് പാർട്ണർഷിപ്പ് അക്കൗണ്ട്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം, അല്ലേ? പാർട്ണർഷിപ്പ് അക്കൗണ്ടിന്റെ ഒരു ചെറിയൊരു ഭാഗമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ പാർട്ണർഷിപ്പ് അക്കൗണ്ട് നമുക്കറിയാം, സോൾ പ്രോപ്പർട്ടർഷിപ്പിനെ അപേക്ഷിച്ച് എന്താണ്, ഒന്നിൽ കൂടുതൽ ആളുകൾ മീൻസ് അല്ലെ, നമ്മുടെ കമ്പനിയിൽ ഓണേഴ്സ് എന്ന നിലയിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. നമ്മൾ അവരെ പാർട്ട്നേഴ്സ് എന്നാണ് വിളിക്കുന്നത്. അതപ്പോൾ അവര് മീൻസ് 2ൽ കൂടുതൽ അല്ലെ, 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടാവും. അപ്പൊ 2ൽ കൂടുതൽ, 2ഓ അതിൽ കൂടുതലോ ആളുകളാണ് അല്ലെ പ്രോഫിറ്റും ലോസും ഷെയർ ചെയ്യാന്നുള്ള ഒരു അനുഭവത്തിൽ അല്ലെ, ഷെയർ ചെയ്യാന്നുള്ള ഒരു കണ്ടീഷനിൽ. അതുപോലെ തന്നെ ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടിയോ അതിൽ എല്ലാവരും കൂടിയൊക്കെ വർക്ക് ചെയ്യുന്ന ഒരു ഫേം ആണ് നമ്മൾ എന്ത് വിളിക്കുക, നമ്മൾ പാർട്ണർഷിപ്പ് ഫേംസ് എന്നൊക്കെ നമ്മൾ വിളിക്കാറുള്ളത്. അപ്പോൾ ഈ പാർട്ണർഷിപ്പ് ഫേമിന്റെ ഫിനാൻഷ്യൽ അക്കൗണ്ട്സ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളതിന്റെ ഒരു ചെറിയ ഭാഗം നമുക്ക് എന്ത് ചെയ്യാം, ഇന്നത്തെ ക്ലാസ്സിൽ നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളിൽ ഇതിന്റെ കണ്ടിന്യൂഷൻ നമ്മൾ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ ഒരു പാർട്ണർഷിപ്പ് നമ്മൾ ആദ്യം പഠിക്കുന്നത് എന്തായിരുന്നു, പാർട്ണർഷിപ്പിൽ നോർമൽ കേസിൽ എങ്ങനെയാണ് നമ്മൾ അക്കൗണ്ടുകൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റിലൊക്കെ തയ്യാറാക്കുന്നുള്ളത്. അപ്പൊ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ നമുക്ക് എന്ത് ഉണ്ടാ മതി, നമുക്ക് ഒരാളുടെ ക്യാപിറ്റൽ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കിയാൽ മതി അല്ലെ. കാരണം സോൾ പ്രോപ്പർട്ടർഷിപ്സ് ആണ്, ഒറ്റൊരു ഓണർ ഉണ്ടാകത്തുള്ളൂ, അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു ക്യാപിറ്റൽ അതുപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനുണ്ടാകത്തുള്ളൂ.
നേരെ മറിച്ച് നമ്മൾ പാർട്ണർഷിപ്പിലോട്ട് വരുന്ന സമയത്ത് ഇവിടെ രണ്ടോ അതിൽ കൂടുതലോ ആളുകൾ ഈ ഒരു ഫേമിൽ ഉണ്ടായിരിക്കുകയും രണ്ടുപേർക്കും അവര് അഗ്രി ചെയ്തിട്ടില്ല, പാർട്ണർഷിപ്പ് ഡീലിൽ അവർ അഗ്രി ചെയ്തിട്ടുള്ള അതിൻ്റെതായിട്ടുള്ള രീതിയിലുള്ള അനുപാതത്തിൽ അവർക്ക് ലാഭവും നഷ്ടവും വീതിക്കാൻ വേണ്ടി വരും. അപ്പൊ ഇങ്ങനത്തെ ഒരു കേസിൽ തന്നെ നമുക്കറിയാം, നമ്മളുടെ ക്യാപിറ്റലിനോട് കൂടെയാണ് നമ്മൾ ലാഭം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ആഡ് ചെയ്യലും, ലോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ മൈനസ് ചെയ്യലും എന്താണ് നമ്മുടെ ക്യാപിറ്റലിന്റെ കൂടെയാണ്. പക്ഷെ ഇത് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് രണ്ടും കൂടി ഒറ്റ ക്യാപിറ്റലായിട്ട് കാണുകയും അതിലോട്ട് ഈ ലാഭം മാത്രം കൂട്ടുകയും നമുക്ക് അങ്ങനെ ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കില്ല. നമുക്ക് എന്ത് ചെയ്യണം, ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കാണേണ്ടതായിട്ടുണ്ട്. എന്തിനാ ഇൻഡിവിജ്വൽ ആയിട്ട് കാണുന്നത്? കാരണം ഇവിടെ എന്താണ്, രണ്ടുപേര് ഈക്വൽ ആയിട്ടാണ് ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, വീതിച്ചിട്ട് ആ രൂപത്തിൽ ഇങ്ങനെ കാണിക്കാന്ന് വെക്കാം. ബട്ട് അങ്ങനത്തെ കേസ് വരാറില്ല. ഈക്വൽ ആയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്, ബട്ട് നമുക്ക് ഒറ്റ അക്കൗണ്ടിൽ നമ്മൾ ഒതുക്കാറില്ല. ബട്ട് എന്നിരുന്നാലും ഇവിടെ എന്തായിരിക്കും, ഡിഫറെന്റ് റേഷ്യോ ആയിരിക്കും. ചിലപ്പോൾ അവരുടെ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്ത രീതിയിലുള്ള റേഷ്യോ ആയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ അവർ അഗ്രി ചെയ്തിട്ടില്ല ഏത് റേഷ്യോസ് ഒക്കെ ഏതാവാം, അതിനനുസരിച്ചായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, ഷെയർ ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അക്കൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുകയും അതിനെ സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ കാണുകയും വേണം. അപ്പൊ നമ്മളുടെ പ്രധാനപ്പെട്ട ആദ്യത്തെ കേസ് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഓക്കെ, അപ്പൊ നമുക്ക് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ നമ്മൾ അവർക്കനുസരിച്ചുള്ള പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ടുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ക്രിയേറ്റ് ചെയ്യുക. ഇപ്പൊ നമുക്ക് 3 പാർട്ട്നേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ 3 പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. ഓക്കെ, സോ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനിലോട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. സെമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ട്നേഴ്സ് വിത്ത് ക്യാപിറ്റൽ ഓഫ് rupees 50 lakh and 10 lakh respectively. They agree to share profit in the ratio of 3:2. അല്ലേ, അവരെന്താണ് 3:2 എന്ന് പറയുന്ന ഒരു റേഷ്യോയിൽ അവർ പ്രോഫിറ്റ് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു, അവർ അഗ്രി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അവരെന്ത് ചെയ്തിട്ടുണ്ട്, അഗ്രി ചെയ്തിട്ടുണ്ട്. 3:2 ആണ് അവരുടെ പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ ഫോളോയിങ് ദ ട്രാൻസാക്ഷൻ വിൽ ബി റെക്കോർഡഡ് ഇൻ ദ ക്യാപിറ്റൽ അക്കൗണ്ട്സ് ഓഫ് പാർട്ട്നേഴ്സ് ഇൻ കേസ്. അപ്പോൾ ഇവരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്, പാർട്ട്നേഴ്സിന്റെ ഇത്തരം കാര്യങ്ങളാണ് പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യണം, ഇവരുടെ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട് എന്നാണ് നമ്മൾ ഇതിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ നോക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ നമുക്ക് 2 കേസ് പറയുന്നുണ്ട്. ഒന്ന് ക്യാപിറ്റൽ ആർ ഫിക്സ്ഡ് ആൻഡ് ദ ക്യാപിറ്റൽ ആർ ഫ്ലക്ച്വേറ്റിംഗ്. ദ ബുക്സ് ആർ ക്ലോസ്ഡ് ഓൺ March 31st എവറി ഇയർ. നമുക്ക് 2 കാര്യങ്ങൾ. അപ്പൊ ഏതാണ് ഈ 2 കാര്യങ്ങൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം, നമ്മൾ പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ 2 രീതിയിലാണ് തയ്യാറാക്കുന്നത് അല്ലേ. നമുക്ക് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്, ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് ഉണ്ട്. ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ നമുക്ക് എന്താണ് 2 അക്കൗണ്ടുകൾ നമ്മൾ തയ്യാറാക്കേണ്ടത്. എന്താണ് പറയേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പറയേഴ്സ് കറന്റ് അക്കൗണ്ട് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലെ ക്യാപിറ്റലും അതുപോലെ തന്നെ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തതും അങ്ങനെ ഇനി പറയപ്പെട്ടുള്ള നോർമൽ ഡ്രോയിങ്സ് അല്ല, അതല്ലാത്ത രീതിയിലുള്ള ക്യാപിറ്റൽ നിന്ന് ഡയറക്റ്റ് ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ആ ഒരു പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് രേഖപ്പെടുത്തുന്നത്. ബാക്കിയുള്ള പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ബാക്കിയുള്ള എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റുകളും നമ്മൾ എന്ത് ചെയ്യുന്നു, പാർട്ട്നേഴ്സ് കറന്റ് അക്കൗണ്ടിലും നമ്മൾ രേഖപ്പെടുത്തുന്നു. ഇത് നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ നമ്മൾ ക്യാപിറ്റലിന്റെ അമൗണ്ടും അതുപോലെ തന്നെ എല്ലാവിധ അഡ്ജസ്റ്റ്മെന്റുകളും ഒറ്റ അക്കൗണ്ടിൽ തന്നെയാണ് തയ്യാറാക്കുന്നത്. അതാണ് പാർട്ട്നേഴ്സ് ഈ ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ് എന്ന് പറയുന്നത്. സോ ഈ പേരുകൾ വന്നിട്ടുള്ളത് ഫിക്സഡ് ക്യാപിറ്റൽ മെത്തേഡിൽ തയ്യാറാക്കുന്ന സമയത്ത് ഏതൊരു വർഷം നോക്കി കഴിഞ്ഞാലും ക്യാപിറ്റൽ എപ്പോഴും ഫിക്സഡ് എമൗണ്ട് തന്നെ ആയിരിക്കുകയും, നേരെ മറിച്ച് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡിൽ ക്യാപിറ്റലിന്റെ ബാലൻസ് എന്ത് ചെയ്യും, ഫ്ലക്ച്വേറ്റ് ചെയ്യും അഥവാ വ്യത്യാസം വരും എന്നർത്ഥം. ഓക്കെ, അതുകൊണ്ടാണ് ആ 2 പേരിൽ കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ നമുക്ക് നമ്മൾ കൂടുതൽ ഫോളോ ചെയ്യുന്ന, നമുക്ക് എക്സാമിനൊക്കെ ചെയ്യാനുണ്ടായിരിക്കുന്ന ഒരു രീതിയാണ് ഫ്ലക്ച്വേറ്റിംഗ് ക്യാപിറ്റൽ മെത്തേഡ്. അതിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആ രീതിയിൽ ഒന്ന് ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ ചെയ്യാം. സോ ഫ്ലക്ച്വേറ്റിംഗ് മെത്തേഡിൽ നമ്മൾ ഫോർമാറ്റ് ഇതാണ്. ഓക്കെ, സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്, പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട്. ഓക്കെ, അക്കൗണ്ട്. സോ ഫസ്റ്റ് നമുക്ക് ഡേറ്റ് കോളം ആണ് വരുന്നത്, പിന്നീട് പെർട്ടിക്കുലേഴ്സ് കോളം. ഇവിടെ നമ്മൾ അമൗണ്ട് കോളത്തിന് പകരമായിട്ട് നമ്മൾ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എത്ര പാർട്ട്നേഴ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്മൾ ഓരോ കോളാണ് കൊടുക്കുക. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ എത്ര പാർട്ട്നേഴ്സ് ഉണ്ട്, ഇവിടെ സെമീർ ഉണ്ട്, യാസ്മിൻ ഉണ്ട്. സോ നമുക്ക് അവരുടെ പേരിൽ എന്ത് ചെയ്യാം, നമ്മൾ ഓരോ അമൗണ്ട് കോളം കൊടുക്കുകയാണ്. ഓക്കെ, സോ സെമീർ, യാസ്മിൻ. സോ ഇനി 2ൽ കൂടുതൽ ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അടുത്ത കോളം വരയ്ക്കും. എന്നിട്ട് വേണം നമ്മൾ
ക്രെഡിറ്റ് സൈഡ് ഡ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യണം. ഇപ്പൊ ഡെബിറ്റ് സൈഡ് നമ്മൾ കഴിഞ്ഞു. ഓക്കെ, ഇനി നെക്സ്റ്റ് വീണ്ടും എന്താണ്, ഡേറ്റ് കോൾ ആണ്, പെർട്ടിക്കുലേഴ്സ് കോൾ ആണ്, സമീർ യാസ്മിൻ. ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഫസ്റ്റ് നമ്മൾ കോളത്തിന് ഹെഡിങ് കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്ന് ഏത് രൂപത്തിലാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, സോ നമുക്ക് ആദ്യം നമ്മുടെ ഫസ്റ്റ് എൻട്രി നോക്കാം. എന്തായിരുന്നു, സമീർ ആൻഡ് യാസ്മിൻ ആർ പാർട്ണേഴ്സ് വിത്ത് ക്യാപിറ്റൽസ് ഓഫ് ₹50 lakh and 10 lakh റെസ്പെക്റ്റീവ്ലി. 15 ലക്ഷവും 10 ലക്ഷവും അല്ലേ പാർട്ണേഴ്സ് ക്യാപിറ്റൽ ആയിട്ട് കൊണ്ടുവന്നിട്ടുള്ള പാർട്ണേഴ്സ് ആണ് ആര്, ഈ രണ്ടുപേരും. അപ്പൊ ഇവരുടെ രണ്ടുപേരും നമുക്ക് ക്യാപിറ്റൽ കിട്ടി അല്ലേ. സോ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ് എന്ത്, നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിന്റെ ഓപ്പണിംഗ് ബാലൻസ് ആയിട്ട് നമ്മൾ കാണിക്കുന്നത്. സോ അത് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണ് നമ്മൾ കാണിക്കുന്നത്. സോ നമുക്ക് ക്വസ്റ്റ്യനിൽ ഡേറ്റ് കൊടുത്തിട്ടില്ല, സോ നമുക്ക് ഡേറ്റ് കോൾ അവിടെ ബ്ലാങ്ക് ചെയ്തില്ല. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യാം, നമ്മൾ ബാലൻസ്, നമ്മൾ ഓപ്പണിംഗ് ബാലൻസ് എന്താ പറയാ, ബാലൻസ് ബി ബാർ ഡി. അമൗണ്ട് എത്രയാണ് വരുന്നത്, 50 lakh ആണ് ആയത്, സമീറിനത്, യാസ്മിന്റെ 10 ലക്ഷമാണ് അല്ലേ. ഓക്കെ, 15 ലക്ഷം. ഓക്കെ, 10 lakh and 15 lakh നമ്മൾ എന്ത് ചെയ്തു, ബാലൻസ് ബി ബാർ ഡി എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഇനി നമുക്ക് ഓരോന്ന് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഫസ്റ്റ് എൻട്രി തന്നെ നമുക്ക് നോക്കാം. എന്താ വന്നിട്ടുള്ളത്, അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ടഡ് ഓൺ October 1st, 2014. ഒക്ടോബർ 1-ാം തീയതി 2014 നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അഡീഷണൽ ക്യാപിറ്റൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. സോ അത് നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് സാധാ ക്യാപിറ്റൽ കൊണ്ടുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ കാണിക്കാം. ഓക്കെ, അതിന് ക്യാഷ് ആണെങ്കിൽ ക്യാഷ് എന്ന് കാണിക്കുക, ബാങ്ക് ആണെങ്കിൽ ബാങ്ക്, ഏത് രൂപത്തിലാണ് കൊണ്ടുവന്നത് വെച്ചാൽ അതിനനുസരിച്ച് എന്ത് ചെയ്യുക, നമ്മളത് കാണിക്കുക എന്നുള്ളതാണ്. സോ ഓക്കെ, നമുക്ക് ഇവിടെ എഴുതാം. എന്താണ് ഫസ്റ്റ് തന്നെ ബാങ്ക്. ഓക്കെ, ബാങ്ക് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അമൗണ്ട് എത്രയാണ്, 3 ലക്ഷവും 2 ലക്ഷവും അല്ലേ വന്നിട്ടുള്ളത്. ഓക്കെ, 3 lakh and 2 lakh. 3 lakh and 2 lakh. ഓക്കെ, 3 lakh and 2 lakh ഇങ്ങനെ രണ്ട് കേസാണ് ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് ഇനി നോക്കേണ്ടത് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. അപ്പൊ ഇവിടെ നോക്കേണ്ടത് ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫേമിന് നമ്മളെ അക്കൗണ്ടന്റ് ആണ്, നമ്മൾ ആസ് എ ഫേം എന്ന രീതിയിൽ നമ്മൾ ചിന്തിക്കണം. സോ ഒരു ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത് എന്താണ്, ക്യാപിറ്റലിന്റെ മേളിൽ ഇൻട്രസ്റ്റ് കൊടുക്കുകയാണ്. അഥവാ പാർട്ട്നേഴ്സിന് നമ്മൾ അങ്ങോട്ട് അല്ലെ, ഒരു ഫേം എന്നുള്ള നിലക്ക് നമ്മൾ അങ്ങോട്ട് പൈസ കൊടുക്കേണ്ട കേസാണ് അല്ലെ. പാർട്ട്നേഴ്സിന്റെ ക്യാപിറ്റലിനെ ഇൻക്രീസ് ചെയ്യുന്ന സാധനമാണ്. സോ എത്രയാണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്, 5% ആണ് അല്ലെ. എങ്ങനെ നമ്മൾ 5% കാണുന്നത് അല്ലെ, ക്യാപിറ്റൽ എത്രയാണ് ടോട്ടൽ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ ഇവിടെ രണ്ട് അഡ്ജസ്റ്റ്മെന്റ് കൂടി നമ്മൾ കാണേണ്ടി വരും. എന്താണ് ഇവിടെ October 1st എന്തുണ്ട്, ഈ ഓക്കെ October 1st നമുക്ക് എന്ത് വന്നിട്ടുള്ളത്, നമുക്ക് ഈ ഒരു അഡീഷണൽ ക്യാപിറ്റൽ കൊണ്ടുവന്നിട്ടുള്ളത്. സോ അഡീഷണൽ ക്യാപിറ്റലിനെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കൂടി കാണേണ്ടതായിട്ടുണ്ടാവും. സോ നമുക്ക് ആദ്യം നമുക്ക് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്നുള്ളത് കൊടുക്കാം. ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിലാണോ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കാണിക്കാം, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. സോ ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് ആദ്യം സമീറിന് എത്രയാണെന്നുള്ളത് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, സോ സമീറിന് എത്രയാണെന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നോക്കാം. ആദ്യം എത്രയാണ് കൊണ്ടുവന്നിട്ടുള്ളത്, 15 ലക്ഷമാണ് അല്ലെ. 15 ലക്ഷം ഇൻറ്റു 3/100, 5% ആണ്. ഓക്കെ, 5/100 ആണ് നമുക്ക് ആദ്യം സമീറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. നമുക്ക് 2 zeros വെട്ടിപ്പോയി. 15,000 ഇൻറ്റു 5 എന്ന് പറയുന്നത് എത്രയാണ്, 75,000 ആണ് എന്ത് വരുന്നത്, ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ നമുക്ക് വരുന്നത്. ഓക്കെ, 75,000. ഇത് മാത്രമാണോ നമുക്കുള്ളത്, ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, സമീർ October 1st അഡീഷണൽ ക്യാപിറ്റൽ ആയിട്ട് 3 lakh കൂടെ കൊണ്ടുവന്നിട്ടുണ്ട്. സോ അതിന്റെയും കൂടി നമ്മൾ കാണണം. സോ ഒക്ടോബറിനാണ് കൊണ്ടുവന്നിട്ടുള്ളത്, നമുക്ക് ഒരു വർഷത്തെ മുഴുവൻ കാണണ്ട അല്ലെ, ഒക്ടോബറിന് ശേഷം കണ്ടാൽ മതി. നമുക്കറിയാം നമ്മളെ ബുക്ക് ക്ലോസ് ചെയ്യുന്ന എത്രയാണ്, March 31st ആണ്. October 1-ാം തീയതിയാണ് കൊണ്ടുവന്നുള്ളത്. സോ ഒക്ടോബർ എന്ന് പറയുന്ന മന്ത് നമ്മൾ കൂട്ടണം. October, November, December, January, February, March 6 മന്തിന്റെ ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, കാണേണ്ടത്. അഡീഷണൽ ക്യാപിറ്റലിലെ 6 മന്ത് കൂടി നമ്മൾ കാണണം. സോ അഡീഷണൽ ക്യാപിറ്റൽ എന്ന് പറയുന്നത് 3 lakh ആണ് ഇൻറ്റു 5/100 ഇൻറ്റു 6/12 അല്ലെ. അതിന്റെ 5% പകുതി അല്ലെ, നമുക്ക് 6 മാസത്തിനാണ് നമുക്ക് കാണുന്നത്. 6/12 ഇൻറ്റു 6/12 സീക്വൽ ടു എത്രയാണ് വരിക, 3 ലക്ഷത്തിന്റെ 5% എന്ന് പറയുന്നത് എത്രയാണ്, 15,000 രൂപയാണ്. ഇൻറ്റു 6/12 സീക്വൽ ടു 7,500.
ഇനി എന്ത് ചെയ്യണം? നമ്മളുടെ 75,000 പ്ലസ് 7,500 ഇതാണ് നമ്മളുടെ എന്ത് സെമീറിന്റെ ടോട്ടൽ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. സോ 82,500 രൂപ എന്നുള്ളതാണ് നമുക്ക് സെമീറിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടുന്നത്. 82,500. ഇതേ കേസിൽ നമുക്ക് ആരുടെ കൂടെ കാണണം? നമുക്ക് യാസ്മിന്റെ കൂടി എന്ത് ചെയ്യണം? നമ്മൾ ഇതേ കേസിൽ തന്നെ വെച്ചിട്ട് നമ്മൾ കാണണം. ഓക്കെ, സോ നമുക്ക് അതും കൂടി ഒന്ന് കണ്ടു നോക്കാം, എങ്ങനെയാണ് വരിക എന്നുള്ളതൊന്ന് നോക്കാം. ഓക്കെ, നോക്കാം. ഇനി 10 ലക്ഷമാണ് ആരുള്ളത്? യാസ്മിന്റെ ഉള്ളത് 10 ലക്ഷമാണുള്ളത്. സോ 10 ലക്ഷത്തിന്റെ എത്ര ശതമാനമാണ് നമ്മൾ കാണാൻ പറഞ്ഞിട്ടുള്ളത്? 5% അല്ലെ? 10 × 5/100 എത്രയാണ് നമുക്ക് കിട്ടുക? 10,000 അതായത് 50,000 നമുക്ക് ഒരു വർഷത്തെ 10 ലക്ഷത്തിന്റെ ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ കിട്ടും. ഇനി എന്താണ് യാസ്മിൻ കൊണ്ടുവന്നിട്ടുള്ളത്? 2 ലക്ഷമാണ് അഡീഷണൽ ക്യാപിറ്റൽ. രണ്ടുപേരും ഒരേ ഡേറ്റിലാണ് കൊണ്ടുവന്നിട്ടുള്ളത്. സോ 5/100 × 6/12 നമുക്ക് എത്രയാണ് ഇപ്പൊ കിട്ടുന്നത്? 2000 × 10,000 ആണ് നമുക്ക് കിട്ടുന്നത്. ബൈ 6/12 എന്ന് പറയുന്നത് എത്രയാണ്? 5,000. ഓക്കെ, 5,000 ആണ് നമുക്ക് കിട്ടുക. 5,000 ആണ്. സോ 50,000 പ്ലസ് 5,000 55,000 ആണ് നമുക്ക് ഇതിൽ വരുന്ന ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. 55,000 ആണ് ഇൻട്രസ്റ്റ് ഓൺ ക്യാപിറ്റൽ വരുന്നത്. ഓക്കെ, സോ ഇനി നമുക്ക് നെക്സ്റ്റ് എൻട്രി എന്താണെന്ന് നോക്കാം. ഡ്രോയിങ്സ് ഡ്യൂറിങ് 14, 15 എത്രയാണ്? 30,000 ആൻഡ് 20,000. ഡ്രോയിങ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിലാണ് നമ്മൾ എഴുതുന്നത്. ഡ്രോയിങ്സ് സെമീർ എത്രയാണ്? 30,000 ആണ്. ഇവിടെ 20,000 ആണ് യാസ്മിൻ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കുക, സാലറി എത്രയാണ്? സെമീറിന് 20,000 ഉണ്ട്, യാസ്മിന് 7,000 ഉണ്ട്. ഓക്കെ, സോ സാലറി നമുക്ക് കാണിക്കാം. 20,000 ഉണ്ട്, 7,000 ഉണ്ട്. 20,000 ആൻഡ് 7,000. നെക്സ്റ്റ് കമ്മീഷൻ ഉണ്ട്. സെമീറിന് മാത്രമാണ് എന്തുള്ളത്? കമ്മീഷൻ ഉള്ളത്. സോ സെമീറിന്റെ കോളത്തിൽ മാത്രം നമ്മൾ എന്ത് ചെയ്ത് കാണിച്ചാൽ മതി? നമ്മൾ ആ 10,000 എന്നുള്ളത് കാണിച്ചാൽ മതി എന്നർത്ഥം. ഓക്കെ, കമ്മീഷൻ 10,000 ആണ് കമ്മീഷനും ഉള്ളത്. ഓക്കെ, നെക്സ്റ്റ് എന്ത് ചെയ്താണുള്ളത്? ഷെയർ ഇൻ ദ ലോസ് ഫോർ ദ ഇയർ. ഇവർക്ക് എന്താണ്? നഷ്ടമാണുള്ളത് അല്ലെ? ഷെയർ ഇൻ ദ ലോസ് ഫോർ ഇയർ. ഓക്കെ, അപ്പോ ലോസ് ആണുള്ളത്. സോ ലോസ് നമ്മൾ കണ്ടെത്തൽ ഏതിലായിരിക്കും? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ടിലായിരിക്കും. ഓക്കെ, അപ്പൊ അത് നമ്മൾ എന്ത് ചെയ്യണം? അത് നമ്മൾ ഓക്കെ, ഇവിടെ നമ്മൾ 2 വിട്ടുപോയിട്ടുണ്ട്. ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് നമ്മൾ എൻ്റർ ചെയ്തിട്ടില്ല. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് അത് നമ്മൾ അത് എവിടെയാണ് കാണിക്കേണ്ടത്? ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് എന്ന് പറയുന്നത് ഡ്രോയിങ്സിന്റെ താഴെ തന്നെയാണ്. ഓക്കെ, ഇൻട്രസ്റ്റ് ഓൺ ഡ്രോയിങ്സ് ഡ്രോയിങ്സ് എടുത്തതിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് 1,800 1,200 ആണ്. 1,800 അതുപോലെ തന്നെ 1,200 ആണ്. ഓക്കെ, ഇനി എന്താണ്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണ്? നമുക്ക് ലോസ് ആണുള്ളത് അല്ലെ? ലോസ് ആണ് ഉള്ളത് അപ്രോപ്രിയേഷൻ അക്കൗണ്ട്. ഓക്കെ, ലോസ് ആണ്. എത്രയാണ് നമുക്ക് നഷ്ടം വന്നിട്ടുള്ളത്? 60,000 അതുപോലെ തന്നെ 40,000. നമുക്ക് നഷ്ടമായതുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഡെബിറ്റ് സൈഡിൽ എഴുതിയത്. ലാഭമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ക്രെഡിറ്റ് സൈഡിൽ കാണിക്കും. ഓക്കെ, 60,000 അതുപോലെ തന്നെ 40,000. സോ നമ്മൾ എല്ലാ എൻട്രീസും നമ്മൾ എന്ത് ചെയ്തു? എഴുതി കഴിഞ്ഞു. ഇനി നമുക്ക് ഇത് അങ്ങോട്ട് ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്ത് നമുക്ക് എന്നിട്ട് നമുക്ക് ക്ലോസിംഗ് ബാലൻസ് കൂടി കിട്ടിക്കഴിഞ്ഞാൽ എന്തായി? അടുത്ത വർഷത്തോട്ട് ചെയ്യാനുള്ളതായി അല്ലേ? ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ബാലൻസ് ചെയ്യാം. ഓക്കെ, സോ എന്നാൽ നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും നമ്മളുടെ ക്രെഡിറ്റ് സൈഡ് ആണ് അമൗണ്ട് കൂടുതലായിട്ടുള്ളത്. ഓക്കെ, സോ നമുക്കൊന്ന് ആഡ് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ബാലൻസ് ചെയ്ത് നോക്കാം. ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ആദ്യം സെമീറിന്റെ സൈഡ് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അമൗണ്ട് 90,12,500 നമുക്ക് കിട്ടും. നമുക്കെല്ലാം കൂട്ടി വെക്കുന്ന സമയത്ത് ആ ഒരു അമൗണ്ട് കിട്ടും. ഇനി നമ്മള് യാസ്മിന്റെ ഭാഗം നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന അമൗണ്ട് എന്ന് പറയുന്നത് 1,62,000. സോറി, ഓക്കെ, യാസ്മിന്റെ സൈഡ് നമ്മൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് 12,62,000 ആണ് നമുക്ക് എന്ത് വരുന്നത്? നമുക്ക് കിട്ടുന്ന അമൗണ്ട് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ? നമ്മൾ 2 ഭാഗത്തോട്ടും ആ സെയിം അമൗണ്ട് നമ്മൾ എടുത്ത് എഴുതുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യാണ്? ഇതിനെ ബാലൻസ് ചെയ്യാണ്. ഓക്കെ, 12,62,000. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഈ പുറത്തുള്ള ഭാഗത്ത് നിന്ന് ഈ അമൗണ്ടിനെ നമ്മൾ മൈനസ് ചെയ്ത് കാണിക്കുന്നു. അതിന് ചെയ്ത് കാണിക്കാം. അപ്പൊ അതാണ് അവരുടെ ക്ലോസിംഗ് ബാലൻസ്, ക്ലോസിംഗ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. ആ ഒരു അക്കൗണ്ടാണ്.
സോ ആ amount എത്രയാണ് നമുക്ക് നോക്കാം. എത്രയാണ് നമുക്കത് മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് നോക്കാം. മൈനസ് 91,800 18,20,000 18,20,700 നമുക്ക് ഒരു ഭാഗത്ത് കിട്ടുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 61,200 എന്നുള്ളൊരു amount ആണ് നമുക്ക് അതിൽ നിന്ന് മൈനസ് ചെയ്യേണ്ടതായിട്ടുണ്ടായിരിക്കുക. സോ 12,800,000 നമുക്ക് വരുന്ന amount. ഓക്കെ 60,000 61,200. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ ഇവരുടെ ബാലൻസ് ക്ലോസിംഗ് ബാലൻസ് എന്ന് പറയുന്നത്, ബാലൻസ് സി ബാഡി എന്ന് പറയുന്ന ഒരു കാര്യം. സോ ഇങ്ങനെയാണ് നമ്മൾ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ തയ്യാറാക്കുന്നത്. സോ പാർട്ട്നേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് നമ്മൾ പൊതുവെ നമ്മൾ അവസാനത്തോട്ടായിരിക്കും ഇയർ എൻഡിലൊക്കെ ആയിരിക്കും നമ്മൾ തയ്യാറാക്കുക. അതുപോലെ തന്നെ പാർട്ണർഷിപ്പ് അക്കൗണ്ടിൽ നമുക്ക് ഒരു പുതിയൊരു പാർട്ണർ വരുന്ന സമയത്തൊക്കെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? നമുക്ക് പുതിയ പാർട്ണർ വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും നമ്മളുടെ കറണ്ട് റേഷ്യോ ഒക്കെ ചേഞ്ച് ആവുകയും അതിനനുസരിച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ വരുത്തേണ്ടി വരും. അപ്പോൾ ആ സമയത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് ഒക്കെ തയ്യാറാക്കിയിട്ട് ഇവരുടെ കറണ്ട് ഇവർക്ക് പഴയ പാർട്ട്നേഴ്സിന് കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്നതൊക്കെ ഇതിൽ രേഖപ്പെടുത്തിയാണ് നമ്മൾ എന്ത് അവരുടെ അവസാനമായിട്ട് അവരുടെ ടോട്ടൽ ഇപ്പോഴത്തെ കറണ്ട് ക്യാപിറ്റൽ എത്രയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണിക്കുന്നതൊക്കെ പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ടിലാണ്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗം കൂടിയാണ് പാർട്ണേഴ്സ് ക്യാപിറ്റൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിനി ഏത് ഏരിയ ആണെങ്കിലും നമ്മൾ ചെയ്യുന്ന രീതി ഇങ്ങനെയാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു സമയത്ത് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഓക്കെ, ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. സോ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്താണെന്ന് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് ഈസ് മിയർലി ആൻ എക്സ്റ്റൻഷൻ ഓഫ് ദ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഓഫ് ദ ഫേം. ഇറ്റ് ഷോസ് ഹൗ പ്രോഫിറ്റ് ആൻഡ് അപ്രോപ്രിയേറ്റ് ഓർ ഡിസ്ട്രിബ്യൂട്ട് അമംഗ് ദ പാർട്ട്നേഴ്സ്. All adjustments in respect of the partner's salary, partner's commission, interest on capital, interest on borrowings are made through this account. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ പോലത്തെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആണ്. അതുപോലത്തെ ഒരു അക്കൗണ്ട് ആണ്. ഇത് പാർട്ട്നേഴ്സിന്റെ അഡ്ജസ്റ്റ്മെന്റുകളെല്ലാം ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അക്കൗണ്ട് കൂടിയാണ് ഈ ഒരു പാർട്ട്നേഴ്സിന്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് എന്ന് പറയുന്നത്. സോ ഇതിൽ നിന്നാണ് അവർക്ക് ഇനി ലാഭമാണോ നഷ്ടമാണോ എന്നുള്ള രൂപത്തിലോട്ടൊക്കെ കാര്യങ്ങൾ നമ്മൾ കണ്ടെത്തുന്നത്. ഓക്കെ, സോ ആ ഒരു അക്കൗണ്ട് നമ്മൾ ചെയ്ത് നോക്കാനുണ്ട്. സോ അതിന് മുന്നേ ആയിട്ട് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ഭാഗമാണ് കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. ഓക്കെ, സോ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വിൽ എന്ന് പറയുന്നത് നമുക്കറിയാം ഗുഡ് വിൽ എന്ന് പറയുന്നത് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ എന്നൊക്കെ നമുക്ക് പറയാം അല്ലെ. നമ്മുടെ കമ്പനി ഇത്ര കാലമായിട്ട് വർക്ക് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള റെപ്യൂട്ടേഷൻ ആണ് നമുക്ക് ഗുഡ് വിൽ എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുന്നത്. സോ ഈ ഒരു ഗുഡ് വില്ല് ഈ ഗുഡ് വില്ല് എന്തിനാണ് നമ്മൾ കാണുന്നത്? ഗുഡ് വില്ല് കാണുന്നത് വെച്ചാൽ പുതിയൊരു പാർട്ണർ നമ്മളെ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത്, പുതിയ പാർട്ണർ നമ്മളുടെ സ്ഥാപനത്തിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വ്യക്തി അതിന്റെ ആരംഭം മുതലുള്ള ആളല്ല അല്ലെ. ഈ ആരംഭം മുതലേ ഓൾഡ് പാർട്ട്നേഴ്സ് ഉള്ള ആളാണ്. സോ അവരെന്ത് ചെയ്താണ് ഇത്രയും കാലമായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ഥാപനമാണ് അത്. അപ്പോൾ ഒരു ബിസിനസിന്റെ തുടക്ക സമയത്തിലെ സ്ട്രഗിൾ ഒന്നും ആർക്കും ഉണ്ടാവില്ല, പുതിയ വരുന്ന പാർട്ണർ ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് ഈ പുതിയതായിട്ട് വരുന്ന പാർട്ണർ ആ ഒരു കമ്പനിക്ക് കറന്റ്ലി ഉള്ള ഒരു ഗുഡ് വിൽ ഉണ്ടല്ലോ, അതിന്റെ ഒരു വാല്യൂ ഇയാൾ കൊണ്ടുവരണം. ഇയാളുടെ ക്യാപിറ്റലിന്റെ കൂടെ എന്ത് കൊണ്ടുവരണം? ഈ ഒരു ഗുഡ് വില്ല് കൂടെ എന്ത് വരണം? ഇയാൾ കൊണ്ടുവരണം ഗുഡ് വില്ലിന്റെ വാല്യൂ. ഈ ഗുഡ് വിൽ എന്ന് പറയുന്നത് ആർക്ക് അവകാശപ്പെട്ടതാണ്? ഓൾഡ് പാർട്ട്നേഴ്സിന് അവരുടെ സാക്രിഫൈസിങ് റേഷ്യോയിൽ അവർക്ക് എടുക്കാനുള്ള എമൗണ്ട് കൂടിയാണ് ഗുഡ് വിൽ എന്ന് പറയുന്നത്. അതായത് അവർ ഇത്രയും കാലം ഉണ്ടാക്കിയെടുത്തുന്നില്ല ഒരു വാല്യൂ അവർക്ക് തിരിച്ചു കിട്ടുന്നു മാത്രം. ഓക്കെ, അപ്പോൾ നമ്മൾ സാക്രിഫൈസിങ് റേഷ്യോ കാണുമല്ലോ അല്ലേ. നമ്മൾ പുതിയൊരു പാർട്ണർ ജോയിൻ ചെയ്യുന്ന സമയത്ത് ന്യൂ പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോയും സാക്രിഫൈസിംഗ് റേഷ്യോ നമ്മൾ കാണാറുണ്ട് അല്ലേ. അപ്പോൾ അതെങ്ങനെയാണ്? അപ്പോൾ ആ സാക്രിഫൈസിംഗ് റേഷ്യോ കാണുന്നതിന്റെ ഒരു കാരണം ഇത് കൂടിയാണ്. നമുക്ക് ഗുഡ് വില്ല് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഗുഡ് വില്ല് ഓൾഡ് പാർട്ട്നേഴ്സിന് ആവശ്യമുള്ളൊരു ഭാഗമാണ്, ആവശ്യമുള്ളതായിട്ട് കൊടുക്കുന്നതാണെന്ന് പറയാം. അപ്പൊ അങ്ങനെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എക്സാമിന് ഒരു 90% ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ കാൽക്കുലേഷൻ ഓഫ് ഗുഡ് വില്ല്, നമ്മുടെ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം. സോ നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, അതുപോലെ തന്നെ വെയ്റ്റഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് ഉണ്ട്, ക്യാപിറ്റലൈസേഷൻ മെത്തേഡ് ഉണ്ട്.
ഓക്കെ, അപ്പോൾ ഇത്തരം മെത്തേഡുകളൊക്കെ ഉണ്ട്. പക്ഷെ ഇതിലൊക്കെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്നത്. കാരണം ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ മറ്റ് ആവറേജ് പ്രോഫിറ്റിന്റെ കേസും എല്ലാം നമ്മൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് എന്ത് ഈ സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു ഭാഗം ഒന്ന് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം ആദ്യം. ഓക്കെ, നോക്കാം. ദ ബുക്സ് ഓഫ് എ ബിസിനസ് ഷോഡ് ദാറ്റ് ദ ക്യാപിറ്റൽ എംപ്ലോയിഡ് ഓൺ December 31st, 2050 ₹5 lakh. അപ്പൊ 5 ലക്ഷമാണ് എന്ത് ക്യാപിറ്റൽ എംപ്ലോയിഡ് അല്ലെ, ഡിസംബറിലെ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് എത്രയാണ്? 5 ലക്ഷം രൂപയാണ്. ആൻഡ് ദ പ്രോഫിറ്റ് ഫോർ ദ ലാസ്റ്റ് 5 years, കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? 50,000 ഉണ്ട്, 55,000 ഉണ്ട്, 2014 70,000 ഉണ്ട്, 15 55,000 ഉണ്ട്. അപ്പൊ ഇനി നമ്മളോട് പറഞ്ഞിട്ടുള്ള എന്താണ്? യു ആർ റിക്വയർഡ് ടു ഫൈൻഡ് ഔട്ട് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബേസ്ഡ് ഓൺ ദ 3 years പർച്ചേസ് ഓഫ് സൂപ്പർ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. നമ്മളോട് 3 years ഓഫ് പർച്ചേസ് അല്ലേ, 3 years ഓഫ് പർച്ചേസ് വെച്ചിട്ടാണ് നമ്മളോട് എന്ത് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്? നമ്മളോട് ഇത് കണ്ടെത്താൻ പറഞ്ഞിട്ടുള്ളത് 3 years ഓഫ് പർച്ചേസ് അല്ലെ. നമ്മൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. 3 years ഓഫ് പർച്ചേസ് സൂപ്പർ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ്. സൂപ്പർ പ്രോഫിറ്റ് ഓഫ് ദ ബിസിനസ് വെച്ചിട്ട് നമ്മൾ 3 years ഓഫ് പർച്ചേസ് വെച്ചിട്ടാണ് നമ്മളോട് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ആൻഡ് ഗിവൻ ദാറ്റ് ദ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഈസ് 10%. അഥവാ NRR എത്രയാണ്? NRR 10% ആണ് എന്നുള്ളത് കൂടി നമ്മൾ ഇതിലൂടെ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കാം. അപ്പൊ നമുക്ക് വൈക്കോയായിട്ട് നമുക്ക് ഈ ഒരു കാര്യത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിന്റെ ഇക്വേഷൻ നമ്മൾ എന്ത് ചെയ്യുക? കാണാതെ പഠിക്കാന്നുള്ളത്. അപ്പൊ അത് പഠിച്ചാൽ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റും. ഈ ഗുഡ്വില്ലിന്റെ ഇക്വേഷൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ സൂപ്പർ പ്രോഫിറ്റിന്റെ ഒക്കെ 3-4 ഇക്വേഷൻസ് ആണ് വരുന്നത്. അത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് ചെയ്തു പോകാൻ പറ്റും. അപ്പോൾ ഇതില് ഈ ഒരു സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് ഗുഡ്വില്ല് കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമുക്ക് ഗുഡ്വില്ലിന്റെ ഇക്വേഷൻ എഴുതാം. ഗുഡ്വില്ല് കാണുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ഗുഡ്വില്ലിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. ഇതാണ് ഗുഡ്വില്ല് കാണുന്നതിന്റെ ഇക്വേഷൻ. സൂപ്പർ പ്രോഫിറ്റ് മെത്തേഡിൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്നാണ് ഗുഡ്വില്ല് കാണാനുള്ള ഇതെന്ന് പറയുന്നത്. ഓക്കെ, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. അപ്പൊ ഇതിൽ നമുക്ക് രണ്ട് സംശയമുണ്ട്. എന്താണ് സൂപ്പർ പ്രോഫിറ്റ്? ആയി നമുക്ക് കിട്ടിയിട്ടില്ല. നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് താനും. അപ്പൊ നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് കാണണം. സോ സൂപ്പർ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ എന്താണെന്ന് നോക്കാം. സൂപ്പർ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അതായത് നമുക്ക് ആവറേജ് കിട്ടുന്നതും നോർമൽ കിട്ടേണ്ടതും ആയിട്ടുള്ള ആവറേജ് കിട്ടുന്നതിൽ നിന്ന് നോർമൽ നമുക്ക് എത്രയാണോ കിട്ടേണ്ടത് അതിനെ നമുക്ക് മൈനസ് ചെയ്താലാണ് നമുക്ക് നോർമൽ ഒരാൾക്ക് കിട്ടുന്നതിനേക്കാളും എക്സസ് സൂപ്പർ പ്രോഫിറ്റ് ആയിട്ട് നമുക്ക് എത്ര കിട്ടിയിട്ടുണ്ടെന്ന് നമുക്ക് കണ്ടെത്താൻ പറ്റും. ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ്. അപ്പോൾ നമുക്ക് കിട്ടി സൂപ്പർ പ്രോഫിറ്റ് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഗുഡ്വില്ല് കാണാൻ പറ്റും. സോ സൂപ്പർ പ്രോഫിറ്റ് കാണുന്നതിന് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് മൈനസ് നോർമൽ പ്രോഫിറ്റ് ആണെന്ന് മനസ്സിലായി. അപ്പൊ ഇനി നമുക്ക് ഇവിടെ എന്താണ്? ആവറേജ് പ്രോഫിറ്റ് കാണണം, നോർമൽ പ്രോഫിറ്റ് നമ്മൾ കാണണം. ഇത് രണ്ടും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഈ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. സോ നമുക്ക് ആദ്യം എന്ത് കാണാം? ആവറേജ് പ്രോഫിറ്റ് കാണാം. ഓക്കെ, ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാണ്? എങ്ങനെ കാണാം അല്ലെ? ടോട്ടൽ പ്രോഫിറ്റ് ഓഫ് പാസ്റ്റ് few years divided by number of years. Total profit of past few years divided by total number of years അല്ലേ? അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ തന്നിട്ടുള്ള കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. സോ അതിൽ നിന്നാണ് അതിനെ എല്ലാം കൂടെ ടോട്ടൽ എടുത്തിട്ട് അതിന്റെ ടോട്ടൽ എത്ര വർഷം ഉണ്ടോ അതിൽ നമ്മൾ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടും. സോ നമുക്കത് കണ്ടു നോക്കാം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അപ്പോൾ എങ്ങനെയൊക്കെയാണ് നമ്മൾ കാണാം? 2011 50,000 ഉണ്ട്, 2012 ഓക്കെ 2012 നമുക്ക് 40,000 ഉണ്ട്. പിന്നെ നെക്സ്റ്റ് ഇയറിൽ നമുക്ക് 50,000 വരുന്നുണ്ട്. നെക്സ്റ്റ് ഇയർ എത്ര വരുന്നത്? 13 55 ആണ്, 14 70 ആണ് അല്ലേ? 55,000 ഓക്കെ 55,000. പിന്നെ വരുന്നത് 70,000 ആണ്. പ്ലസ് ആൻഡ് ലാസ്റ്റ് ഇയറിൽ എത്ര വരുന്നത്? 85,000 ആണ്. 85,000. സോ ഓക്കെ ഡിവൈഡഡ് ബൈ എത്ര വർഷം ഉണ്ട്? എത്ര വർഷത്തെ നമുക്ക് കിട്ടിയിട്ടുള്ളത്? 1 2 3 4 5 ഇയേഴ്സ് ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ സീക്വൽ ടു നമുക്ക് നോക്കാം.
90, 1,40,000, 1,40,000 plus 90, 2,30,000, 3 lakh ആണ് നമുക്ക് വരിക. 3 lakh ആണ് നമുക്ക് ടോട്ടൽ പ്രോഫിറ്റ് വരിക ഡിവൈഡഡ് ബൈ 5 ഈക്വൽ ടു 60,000. 60,000 ആണ് എന്ത് നമ്മളുടെ ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 രൂപയാണ് നമുക്ക് ആവറേജ് പ്രോഫിറ്റ് ആയിട്ട് വരുന്നത്. ഓക്കെ, ഇനി നമുക്ക് കാണേണ്ടത്, അപ്പോൾ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. എത്രയാണ്? 60,000 എന്നുള്ളത് കിട്ടി. ഓക്കെ, സോ ഞാൻ ഈ ഭാഗം ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഓക്കെ 90,000 പ്ലസ് 70, 1,60,000 പ്ലസ് ഓക്കെ റെഡിയാണ്. അപ്പോൾ ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് 60,000 ആണെന്ന് മനസ്സിലായി. സോ ഇനി നമുക്ക് എന്താണ് ആവറേജ് പ്രോഫിറ്റ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണേണ്ടത് നോർമൽ പ്രോഫിറ്റ് ആണ് അല്ലെ. നോർമൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് നമുക്ക് കാണാം. സോ ആവറേജ് പ്രോഫിറ്റ് നമുക്ക് കിട്ടി. എത്രയാണ്? 60,000 മൈനസ്. ഇനി നമുക്ക് നോർമൽ പ്രോഫിറ്റ് നമുക്ക് കാണണം. ഓക്കെ, നോർമൽ പ്രോഫിറ്റ് കാണാനുള്ള ഇക്വേഷൻ നമുക്ക് നോക്കാം. സോ നോർമൽ പ്രോഫിറ്റ് കാണാൻ വേണ്ടി നോർമൽ പ്രോഫിറ്റ് ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എംപ്ലോയിഡ്. ക്യാപിറ്റൽ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടാവും ഈ കാര്യങ്ങളൊക്കെ. ക്യാപിറ്റൽ എംപ്ലോയിഡ് ഇൻറ്റു NRR, നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ ഡിവൈഡഡ് ബൈ 100. അപ്പൊ നോക്കാം, ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് നമുക്ക് ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുള്ളത്? ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് നമുക്ക് 5 ലക്ഷം രൂപയാണ് എന്തുള്ളത് കണ്ടോ. ക്യാപിറ്റൽ എംപ്ലോയിഡ് എത്രയാണ്? നമുക്ക് 5 ലക്ഷം രൂപയാണ്. ഓക്കെ, സോ 5 lakh ഇൻറ്റു NRR എത്രയാണ് നമ്മളുടെ? NRR എന്ന് പറയുന്നത് 10% ആണ്. സോ 10/100. ഓക്കെ, നോക്കാം. 5,000 അതായത് 50,000 ആണ് എന്ത് വരുന്നത്? നമ്മളുടെ നോർമൽ പ്രോഫിറ്റും നമുക്ക് വരുന്നത്. നോർമൽ പ്രോഫിറ്റ് എന്ന് പറയുന്നത് 50,000 ആണ്. സോ നമുക്ക് എന്താ നോർമൽ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. നോർമൽ പ്രോഫിറ്റ് കിട്ടി. സോ അപ്പോൾ ഇനി നമുക്ക് എന്ത് കാണാം? സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്തിക്കൂടെ? ഓക്കെ, ഇനി നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കണ്ടെത്താൻ സാധിക്കും. സോ സൂപ്പർ പ്രോഫിറ്റ് നോക്കാം. എങ്ങനെയാണ് സൂപ്പർ പ്രോഫിറ്റ് കാണുന്നത്? സൂപ്പർ പ്രോഫിറ്റ് കിട്ടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് ഗുഡ് വില്ല് കണ്ടെത്താൻ പിന്നെ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് കൊണ്ട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഓക്കെ സോ ഇനി നോക്കാം. ഓക്കെ, ഇനി അപ്പൊ സൂപ്പർ പ്രോഫിറ്റ് എത്രയാണ്? 10,000 ആണ് നമുക്ക് സൂപ്പർ പ്രോഫിറ്റ് വരുന്നത്. 10,000. ഇനി നമുക്ക് ഗുഡ് വില്ല് കണ്ടെത്തി കൂടെ അല്ലേ? ഗുഡ് വിൽ നമുക്ക് കാണാം. ഗുഡ് വിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു ടോട്ടൽ നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ്. സൂപ്പർ പ്രോഫിറ്റ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. 10,000 ഇൻറ്റു നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എത്രയാണ്? നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസ് എന്ന് പറയുന്നത് 3 ആണ് അല്ലെ. 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ് ആണ്. ഈക്വൽ ടു 30,000 ആണ് എന്ത് ഗുഡ് വില്ലിന്റെ വാല്യൂ എന്ന് പറയുന്നത്. 30,000 ആണ്. സോ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്ത് ഗുഡ് വില്ലിന്റെ വാല്യൂ നമ്മൾ കണക്കാക്കുന്നത്. ആൻസർ ഇവിടെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും? സൂപ്പർ പ്രോഫിറ്റ് ഇൻറ്റു 3 ഇയേഴ്സ് ഓഫ് പർച്ചേസ്. അതിന് സൂപ്പർ പ്രോഫിറ്റ് കാണുന്നതിന് നമ്മൾ ആവറേജ് പ്രോഫിറ്റ് അതിന്റെ സ്ട്രോങ് പ്രോഫിറ്റ് കാണണം. ആവറേജ് പ്രോഫിറ്റ് എന്ന് പറയുന്നത് കണ്ടോ നമ്മളെല്ലാം കൂടെ ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? ടോട്ടൽ എത്ര ഇയറാണോ എന്ന് ബൈ ചെയ്യുന്നു. 60,000. ദെൻ നോർമൽ പ്രോഫിറ്റ് കാണുന്നു. ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു? സൂപ്പർ പ്രോഫിറ്റും ഗുഡ് വില്ലും കാണുന്നു. നമ്മൾ ചെയ്ത കാര്യം തന്നെ. അപ്പൊ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നമുക്ക് ഈ ഒരു ആവറേജ് പ്രോഫിറ്റിന്റെ ഇക്വേഷനും നോർമൽ പ്രോഫിറ്റിന്റെ ഇക്വേഷനും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതിന്റെ ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ കേസ് ചെയ്യാൻ വളരെ സിമ്പിൾ ആണ് എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ഒരു സെഷനിൽ നമുക്ക് ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഗുഡ് വില്ലിന്റെ വാല്യൂ നമുക്ക് എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ടൈപ്പ് ആയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. മറ്റ് ടൈപ്പ് വരുന്നുണ്ട് മീൻസ് ഇനി വരുന്ന കാര്യം ആവറേജ് പ്രോഫിറ്റ് രൂപത്തിലൊക്കെ കാണാനായിരിക്കും. നമ്മൾ ഇതിൽ തന്നെ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, അതുപോലെ തന്നെ ക്യാപിറ്റൽ അക്കൗണ്ട് എങ്ങനെയാണ് ചെയ്യുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തു. ഈ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു പാർട്ണർ ആടാകുന്ന സമയത്ത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അപ്രോപ്രിയേഷൻ അക്കൗണ്ട് തയ്യാറാക്കാനുണ്ട്. അതുപോലെ തന്നെ ഇനി റിട്ടയർമെന്റ് ഡെത്തിന്റെ കേസൊക്കെ പറയുന്ന ഭാഗത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. അതൊക്കെ നമുക്ക് വരും ക്ലാസ്സുകളിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ കൃത്യസമയത്ത് ജോയിൻ ചെയ്യുക. നമ്മളുടെ 5ാമത്തെ ക്ലാസ്സിൽ നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സോ അതുവരെ ഗുഡ് ബൈ.